ഓക്കെ, ഇൻകം ടാക്സിന്റെ മൂന്നാമത്തെ ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ രണ്ട് ലെക്ചറുകളിൽ രണ്ട് മേജർ ഹെഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമതായിട്ട് ഇൻകം ഫ്രം സാലറീസുമായി ബന്ധപ്പെട്ട വേരിയസ് പ്രൊവിഷൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അത് മിസ്സായിട്ടുള്ളവർക്ക് ഞാൻ ഓൾറെഡി വീഡിയോ അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ടോപ്പിക്കാണ്. 3, 4 and 5 ഈ 3, 4, 5 ഹെഡ്സ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിഫോർ ദാറ്റ്, ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകത്തെ നമുക്ക് 5 ഡിഫറെന്റ് ഹെഡ്സിലേക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാമതായി ഇൻകം ഫ്രം സാലറി. ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. സോ ഇൻകം ഫ്രം സാലറിയിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബേസിക് സാലറി പ്ലസ് ഹിസ് ബോണസ് ആൻഡ് കമ്മീഷൻ. ബേസിക് സാലറി, ബോണസ്, കമ്മീഷൻ പോലുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരുന്ന ഏതൊരു വരുമാനവും ഏതൊരു ഇൻകവും ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന പെർവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ദെൻ എല്ലാ ടാക്സബിൾ അലവൻസസിനകത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് വരുന്നത് പാർട്ട്ലി ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റത്തിനാണ് കൂടുതലായിട്ടും. ലൈക്ക് HRA, അതേപോലെ there are certain perks as well. പെർക്യൂസിറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് ലാസ്റ്റ് സെഷൻസിൽ. പെർക്യൂസിറ്റ്സിനകത്ത് നമ്മൾ നോക്കിയിരിക്കേണ്ടത് മോട്ടോർ കാർ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ, അങ്ങനെയുള്ള പെർക്യൂസിറ്റ്സിന്റെ വാല്യുവേഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഡക്ഷൻസ് അണ്ടർ സെഷൻ 16 ആണ്. സോ എല്ലാ ഇൻകം ഫ്രം സാലറിയിൽ വരുന്ന എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഗ്രോസ് സാലറി. ആ ഗ്രോസ് സാലറിയിൽ നിന്നും ഡിഡക്ഷൻസ് അണ്ടർ സെഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ് 3 ഐറ്റംസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ഡിഡക്ഷൻ എന്തായിരുന്നു? ഇറ്റ്സ് കോൾഡ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. റീസെന്റ് വീണ്ടും ഇൻക്ലൂഡ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ എമൗണ്ട് 40,000 ആണ്. 40,000 രൂപ വരെ സാലറി ഏണേഴ്സ് ആണെങ്കിൽ അവർക്ക് 40,000 രൂപ വരെ ഇൻകം ഫ്രം സാലറിയിൽ നിന്നും കുറയ്ക്കാൻ സാധിക്കും. സോ ഗ്രോസ് സാലറിയിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. ആസ് പെർ സെക്ഷൻ 16 സബ്സെഷൻ IA. 16 സബ്സെഷൻ 1A എന്ന് പറയും. 16 സബ്സെഷൻ 1A എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്നത് സാലറിയിൽ നിന്നും 3 ഡിഡക്ഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമതായിട്ട് വന്നതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. രണ്ടാമത്തെ ഐറ്റം എന്റർടൈൻമെന്റ് അലവൻസസ് ആണ്. എന്റർടൈൻമെന്റ് അലവൻസസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് 3 കണ്ടീഷൻസ് ഉള്ളത് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തതാണ്. 3 കണ്ടീഷൻസ്. ഒന്നാമതായിട്ട് ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ്, രണ്ടാമതായിട്ട് ₹5,000, മൂന്നാമതായിട്ട് 20% ഓഫ് ബേസിക് പേ. ഇതിലേതാണോ ലീസ്റ്റ്, ഇതിലേതാണോ ഏറ്റവും ചെറിയ വാല്യൂ, അത് നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് സെഷൻ 16 സബ്സെഷൻ 2. സബ്സെഷൻ 3യിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ടാക്സ് ആണ്. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു സ്റ്റേറ്റിന്, അതായത് ഇന്ത്യയിൽ വരുമ്പോൾ ഒരു സ്റ്റേറ്റിന് മാക്സിമം ഈടാക്കാൻ സാധിക്കുന്ന പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത് 2,500 ആണ്. അതിൽ കൂടുതൽ ഒരു കാരണവശാലും ഒരു ഇയറിൽ മേടിക്കാൻ പാടില്ല എന്നാണ് റൂൾ. ഓക്കെ, ആസ് പെർ ദാറ്റ് റൂൾ മാക്സിമം എമൗണ്ട് ഒന്ന് അലോ ചെയ്യാൻ പറ്റുന്നത് 2,500 മാത്രമാണ്. ദെൻ ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ്. ഈ പറയുന്ന പ്രൊഫഷണൽ ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്, പ്രൊഫഷണൽ ടാക്സ് ഈ ഇയറിലെ കറണ്ട് ഇയറിലെ മാത്രമാണ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ളത്. പ്രീവിയസ് ഇയറിലൊക്കെ പ്രൊഫഷണൽ ടാക്സ് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിലും അതിന് ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല. ഓക്കെ, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്യുന്നു. ബ്രീഫിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടത് ഗ്രോസ് സാലറി മീൻസ് ടോട്ടൽ ഓഫ് ഓൾ ഐറ്റംസ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി പാർവ്യൂ ഓഫ് സാലറി. സാലറി ഇൻകത്തിന്റെ അകത്ത് നമുക്ക് ഉൾപ്പെടുത്താവുന്ന എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് സാലറി കിട്ടും. ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സാലറി വരും, ബോണസ്, കമ്മീഷൻ, then all taxable perquisites, all taxable allowances. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് സാലറി. ആ ഗ്രോസ് സാലറിയിൽ നിന്നും സെക്ഷൻ 16 പ്രകാരം, ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 16 പ്രകാരം 3 ഡിഡക്ഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അതൊരു എമൗണ്ട് ആണ് ₹40,000 വരെ. അതായത് ഗ്രോസ് സാലറി 30,000 ഉള്ളൂ എങ്കിൽ 30,000 ഡിഡക്ട് ചെയ്യാം, അല്ലെങ്കിൽ 50,000 ഉണ്ടെങ്കിൽ 40,000 വരെ മാത്രം ഡിഡക്ട് ചെയ്യാം. അങ്ങനെ ഒരു മാക്സിമം സീലിംഗ് എന്ന് പറയുന്നത് 40,000 ആണ്. അതിനെയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് എന്റർടൈൻമെന്റ് അലവൻസസ് ആണ്. എന്റർടൈൻമെന്റ് അലവൻസ് ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ് അലോ ചെയ്യുന്നത്. അതിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു.
മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് പ്രൊഫഷണൽ ടാക്സ്. എല്ലാ എംപ്ലോയീസിനും അപ്ലൈ ചെയ്യും. പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർ പേ ചെയ്ത എമൗണ്ട് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. അത് 16 സബ്സെക്ഷൻ 3-യിലാണ് വരുന്നത്. ഇത് മൂന്നും ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് സാലറിയിൽ നിന്നും നമുക്ക് നെറ്റ് സാലറി കിട്ടും. ആ എമൗണ്ട് ആയിരിക്കും ഔട്ടർ കോളത്തിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം രണ്ടാമത്തെ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മളുടെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ആനുവൽ വാല്യൂവിൽ നിന്നും ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള ഡിഡക്ഷൻസ് കുറച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. 24 പ്രകാരം ഡിഡക്ഷൻസ് ഏതൊക്കെയാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമതായിട്ട് ഓർക്കേണ്ടത് there is a സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ഇല്ല. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അത് കൂടാതെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് വരുവാണെങ്കിൽ ആ ഇൻട്രസ്റ്റും സെക്ഷൻ 24 പ്രകാരം നമുക്ക് ഡിഡക്ട് ചെയ്യാം. സോ ഫൈനൽ വരുന്ന എമൗണ്ട് ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻകം ടാക്സിൽ ഇത്രയും 2 ദിവസം കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ബിക്കോസ് അത്രയും വലിയ ഒരു ഏരിയ ആയതുകൊണ്ട് ഇറ്റ് വിൽ കൺസ്യൂം മോർ ടൈം. ഓക്കെ, സോ ഈ പറഞ്ഞ 2 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിലവിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാം. ഏതെങ്കിലും ഏരിയയിൽ ഡൗട്ട് ഉണ്ടോ? പറയൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് ലെക്ചേഴ്സ് കൂടാതെ ലെക്ചറിന്റെ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ലെക്ചേഴ്സ് തന്നിട്ടുണ്ട്. സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് കണ്ടു നോക്കുക. പാരലലി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ടോപ്പിക് ഇൻകം, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. സോ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഏരിയ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 28 പ്രകാരമാണ് അതിന്റെ ചാർജബിലിറ്റി വരുന്നത്. സോ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് ആദ്യമായി നോക്കാം. ഫസ്റ്റ് തിങ്, എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ. ഏതെങ്കിലും ഒരു ബിസിനസ് റൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചെയ്യുന്നത് വഴി നമുക്ക് ഏൺ ചെയ്യുന്ന ഏതൊരു പ്രോഫിറ്റ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിൻ. ഇൻ കേസ് ഓഫ് പ്രൊഫഷൻ യു വിൽ ഗെറ്റ് ഗെയിൻ. ഇൻ കേസ് ഓഫ് ബിസിനസ് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് പ്രോഫിറ്റ്. ഈ പറയുന്ന വരുമാനത്തെയാണ്, ആ ഒരു പ്രോഫിറ്റിനെയോ ഗെയിനെയോ ആണോ നമ്മൾ ഈ ഒരു ഹെഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ്, ദി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദി അസസി. അസസി നടത്തിയ ഏതെങ്കിലും ഒരു ബിസിനസ് ഓർ പ്രൊഫഷൻ, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻ. രണ്ടാമതായിട്ട്, എനി കോമ്പൻസേഷൻ ഓർ അതർ പേയ്മെന്റ് ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഇൻ കണക്ഷൻ വിത്ത് termination of his management, office, agency, modification of terms of the terms and conditions relating to. That means in case നമ്മളൊരു ഓഫീസ് റൺ ചെയ്യുവാണ്, ഒരു ബിസിനസ് ഓഫീസ് റൺ ചെയ്യുവാണ്, ആ ബിസിനസ് ഓഫീസ് മറ്റൊരു പാർട്ടി ടേക്ക് ഓവർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ നമ്മളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി വേറെ ആൾ ഏറ്റെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ കൂടി ബിസിനസ് നമ്മളെ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നിന്ന് പോയത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻകമാണ്. അങ്ങനെ വരുന്ന ഐറ്റംസും ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. സോ 2 ഐറ്റംസ്, ഒന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻ, രണ്ടാമതായിട്ട് ഇനി കോമ്പൻസേഷൻ. നമ്മളുടെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്തതിന്റെയോ നമ്മളുടെ മാനേജ്മെന്റ് പിരിച്ചുവിട്ടതിന്റെയോ ഭാഗമായിട്ട് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ പെർവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യാം. മൂന്നാമതായിട്ട് ഇൻകം ഡിറൈവ്ഡ് ബൈ ട്രേഡ്, professional or similar association from specific services performed as its member. അതായത് ഒരു ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ, ഇതൊരു ഗ്രൂപ്പിംഗ് ആണ്. നമ്മളായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല, നമ്മൾ ആ ഒരു അസോസിയേഷനിലെ മെമ്പറാണ്. ഓക്കെ, ആ ഒരു ഗ്രൂപ്പിംഗ് നടത്തിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവിടെയും ഒരു ബിസിനസ് എന്ന് പറയുന്ന കാര്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് വരുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഷെയർ കിട്ടുവാണ്, ഒരു ഇൻകം കിട്ടുവാണ്, അതും നമ്മളുടെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. മൂന്നാമത്തെ ഐറ്റം അതായിരുന്നു. നാലാമതായിട്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ്, ക്യാഷ് അസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് എക്സ്പോർട്ട്, ഡ്യൂട്ടി ഡ്രോബാക്ക്, പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ടു സ്കീംസ് DEPB ആൻഡ് DFRC. ഇത് രണ്ടും എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള
സ്കീംസ് ആണ്. ഈ രണ്ട് സ്കീംസിൽ നിന്നും അതേപോലെ ഇമ്പോർട്ട് ലൈസൻസ് പ്രൊക്യൂർ ചെയ്തതിനും അല്ലെങ്കിൽ ക്യാഷ് അസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് എക്സ്പോർട്സ്, ഈ നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് കൊണ്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ക്യാഷ് അസിസ്റ്റൻസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും ബിസിനസിന്റെ പെർവ്യൂവിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, 4 ഐറ്റംസ് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ഐറ്റം സിംപ്ലി പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, രണ്ടാമതായിട്ട് കോമ്പൻസേഷൻ, മൂന്നാമതായിട്ട് വേറെ മെമ്പർ ഓഫ് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ അസോസിയേഷന്റെ മെമ്പർ ആയിരുന്നു, അതിൽ നിന്നും നമുക്ക് അവർ നടത്തിയ ട്രേഡിന്റെ ഭാഗമായിട്ട് വരുമാനം കിട്ടുവാണെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ ലൈസൻസ്, ഇമ്പോർട്ട് ലൈസൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതേപോലെ എക്സ്പോർട്ടിന് കിട്ടുന്ന ക്യാഷ് അസിസ്റ്റൻസ്, ഡ്യൂട്ടി ഡ്രോബാക്ക് പോലുള്ള എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്നാൽ ബിസിനസിന്റെ വരുമാനം അല്ലാതെ കിട്ടുന്ന ഏതൊരു ഐറ്റം ആയാലും അതും ഈ ഒരു പെർവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അതായത് ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിന്റെ സ്കോപ്പിൽ അതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഐറ്റം, വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ പെർക്യൂസിറ്റ് വെദർ കൺവേർട്ടബിൾ ഇൻ ടു മണി ഓർ നോട്ട് അറൈസിംഗ് ഫ്രം ബിസിനസ് ഓർ എക്സസൈസ് ഓഫ് പ്രൊഫഷൻ. നമ്മൾ നടത്തുന്ന ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നു, എല്ലാ ആസ്പെക്റ്റും ഇത് തന്നെയാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു പെർക്യൂസിറ്റ് കിട്ടുന്നു. ഓക്കെ, ഈ പറയുന്ന 2 ഐറ്റവും ബിസിനസിന്റെ ഭാഗമായിട്ട് വരുവാണെങ്കിൽ, സാലറി നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട്, ഐ മീൻ ജോബിന്റെ ഭാഗമായിട്ടാണ് വന്നിരുന്നെങ്കിൽ അത് ഇൻകം ഫ്രം സാലറിയിൽ വന്നതിനെ, ബിസിനസിന്റെ ഭാഗമായിട്ട് വരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ, നെക്സ്റ്റ്, എനി ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ ഓഫ് എ ഫേം ഫ്രം സച്ച് ഫേം. സോ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് നമ്മളൊരു പാർട്ണർഷിപ്പ് ഫേമിലെ മെമ്പർ ആണെന്ന് വിചാരിക്കുക, ആ മെമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന സാലറി അഡീഷണൽ ബെനിഫിറ്റ് ആണ്. പ്രോഫിറ്റ് കൂടാതെ പാർട്ട്ണർക്ക് സാലറി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ബോണസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കുകയാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഈ ബിസിനസ് റിലേഷനുമായി ബന്ധപ്പെട്ട്, ദാറ്റ് മേ ബി എ ഫേം, പാർട്ണർഷിപ്പ് റിലേഷനുമായി ബന്ധപ്പെട്ട് കിട്ടുവാണെങ്കിൽ അതും ഇൻകം ഫ്രം ബിസിനസിന്റെ പെർവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ എനി സം റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷ് ഓർ കൈൻഡ് അണ്ടർ ആൻ എഗ്രിമെന്റ് ഫോർ. ഇനി പറയുന്നത് ഏതെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് കിട്ടാനുള്ളതാകാം, കിട്ടിയതാകാം. ഓക്കെ, ആ ഒരു എഗ്രിമെന്റ് പ്രകാരം കിട്ടുന്നതാണെങ്കിൽ ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് നോട്ട് ടു ക്യാരി ഔട്ട് എനി ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എനി ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യില്ല, ഓക്കെ, നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഈ ബിസിനസ് ചെയ്യില്ല എന്നൊരു എഗ്രിമെന്റ് എഴുതി മറ്റൊരു നമ്മുടെ കോമ്പറ്റീറ്ററുമായിട്ട് അങ്ങനെ ഒരു എഗ്രിമെന്റിൽ നമ്മൾ എത്തുവാണെങ്കിൽ, ഓക്കെ, ഒരു ഏരിയയിൽ നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റ് വിൽക്കില്ല എന്നൊരു എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുവാണ്. ബിക്കോസ് വി വെയർ ഡീലേഴ്സ്, നമ്മൾ ആ ഒരു ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാരാണ്, അത് ചെയ്യില്ല എന്ന് എഗ്രി ചെയ്തുകൊണ്ട് നമ്മളുടെ കോമ്പറ്റീറ്ററോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റാരെങ്കിലും ഒരു പാർട്ടി നമുക്ക് അതിന്മേൽ കോമ്പൻസേഷൻ തരുവാണ്, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് തരുവാണ്. ഓക്കെ, ഇത് തരേണ്ട കാര്യം ഓർക്കുക, ഒരു ബിസിനസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യില്ല എന്ന് പറയുന്നത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടെക്നിക്കൽ നോ ഹൗ അല്ലെങ്കിൽ പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് പോലുള്ള ഐറ്റം മറ്റൊരു ഇൻഡിവിജ്വലിന് ഷെയർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഇതിന്റെ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഓർക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഇൻകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഫിറ്റ് ഓർ ഗെയിൻ വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ബിസിനസ് ഓർ എ പ്രൊഫഷൻ റൺ ബൈ ദി അസസി, അത്രയും മാത്രമാണ് ഇതിന്റെ പെർവ്യൂവിൽ വരുന്നത്. സോ അതിനെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തതാണ്. ഓരോ ആസ്പെക്ട് നോക്കുമ്പോൾ ഈ എല്ലാ ആസ്പെക്റ്റും അതിനകത്ത് വരും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏതെങ്കിലും ഒരു ബിസിനസ് റൺ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഫഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു, അതിന്റെ ആ പ്രൊഫഷനിൽ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആയാലും ഡയറക്ട്ലി ആയിട്ടും റിലേറ്റ് ചെയ്തു വരുന്ന ഏതൊരു ആസ്പെക്റ്റും ബിസിനസ് ഇൻകത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. Then any sum received under a keyman insurance policy, including the sum allocated by the way of bonus on such policy. So keyman insurance policy എന്ന് പറയുമ്പോൾ കമ്പനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ പേരിൽ എടുക്കുന്ന പോളിസിയാണ്. ഓക്കെ, സോ ഒരു MD എന്ന് പറയുന്നത് നോർമലി ഒരു കീമാൻ ആണ്. സോ ആ കീമാനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഈ ജോലിയിൽ നിന്ന് പുറത്തു പോയി ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ലോസ് നികത്താൻ വേണ്ടി കമ്പനിയായിട്ട് എടുക്കുന്ന പോളിസിയാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി. ഇൻ ദാറ്റ് കേസ് അത്തരത്തിലുള്ള പോളിസി വഴി കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ അതും ബിസിനസിന്റെ പാർട്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി, എനി സം വെദർ റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷ് ഓർ കൈൻഡ്
On account of any capital asset other than land or goodwill or financial instrument being demolished, destroyed, discarded or transferred in respect of which the whole of the expenditure has been allowed as a deduction under section 35AD. ഓക്കെ, നമ്മളുടെ ഇൻകം ടാക്സ് ആക്ട് ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് പ്രകാരം 35AD ഒരു ഡിഡക്ഷൻ ആണ്. സോ ഈ ഡിഡക്ഷൻ ആയിട്ട് നമ്മൾ അലോ ചെയ്ത ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് നശിച്ചു പോവുകയാണ്. ഓക്കെ, അതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് അത് ഓൾറെഡി നമുക്ക് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, ഡിഡക്ഷൻ അനുവദിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും റിസിപ്റ്റ് കിട്ടുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ടാക്സബിൾ. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാ ഐറ്റംസും? നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി കേൾക്കുക. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്, രണ്ടാമതായിട്ട് എനി കോമ്പൻസേഷൻ, മൂന്നാമതായിട്ട് ട്രേഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർവീസസ് ചെയ്യുന്ന ഫേംസിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ദെൻ നാലാമതായിട്ട് ഇമ്പോർട്ട് ലൈസൻസ് അല്ലെങ്കിൽ എക്സ്പോർട്ടിനുള്ള അസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി നമുക്ക് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ഇനി അത് പെർക്യൂസിറ്റ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പെർക്യൂസിറ്റോ ബെനിഫിറ്റോ, അതും ഇതിന്റെ പെർവ്യൂവിൽ വരും. ദെൻ എന്തെങ്കിലും ഇൻട്രസ്റ്റ്, സാലറി, ബോണസ് പോലുള്ള കാര്യങ്ങൾ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നും പാർട്ണർക്ക് കിട്ടുവാണെങ്കിൽ അതും ഈ ഹെഡിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഏതെങ്കിലും ഒരു എമൗണ്ട് ഒരു എഗ്രിമെന്റ് പ്രകാരം, ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് ഒരു കാര്യം ചെയ്യില്ല, ബിസിനസ് റൺ ചെയ്യില്ല, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഉപയോഗിക്കില്ല, പേറ്റന്റ് ഉപയോഗിക്കില്ല, ടെക്നിക്കൽ നോഹൗ ഉപയോഗിക്കില്ല എന്നൊക്കെയുള്ള ബേസിലാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകവും ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് എനി സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. ആൻഡ് ഫൈനലി ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഇൻകം. ഓക്കെ, ആ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് 35AD പ്രകാരം ഡിഡക്ഷൻ അനുവദിച്ചതാണെങ്കിൽ മാത്രം ദാറ്റ് വിൽ ബി ഇൻക്ലൂഡഡ്. ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എനി ഡൗട്ട്സ്? ഓക്കെ, മൂവിങ് ഓൺ. ലാസ്റ്റ് ഐറ്റം ഒന്നുകൂടി പറയും. ഓക്കെ, ക്ലിയർ ആകാം, തരാം. അതായത് ലാസ്റ്റ് ഐറ്റം പറയുന്നത് ഏതെങ്കിലും ഒരു സം, നമുക്കൊരു എമൗണ്ട് കിട്ടുകയാണ്, വെദർ റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഓൺ അക്കൗണ്ട് ഓഫ് എനി ക്യാപിറ്റൽ അസറ്റ് ബീങ് ഡിമോളിഷ്ഡ്, ഡിസ്ട്രോയ്ഡ്, ഡിസ്കാർഡഡ് ഓർ ട്രാൻസ്ഫേർഡ്. നമ്മളുടെ ഒരു ക്യാപിറ്റൽ അസറ്റ് അത് നമ്മൾ ഒന്നെങ്കിൽ നശിപ്പിച്ചു കളയുന്നു, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ നശിപ്പിച്ച് കളയുകയോ ഉപേക്ഷിക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തതിന്റെ ബേസിൽ നമുക്കൊരു എമൗണ്ട് കിട്ടുവാണ്. ഓക്കെ, എമൗണ്ട് കിട്ടണം. ആ ഒരു സം 35AD പ്രകാരം ഡിഡക്ഷൻ അനുവദിച്ച ഐറ്റത്തിന്മേലാണെങ്കിൽ മാത്രം ടാക്സബിൾ ആണ്. ഓക്കെ, ആ 35AD എന്താണെന്ന് നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ഡിസ്കസ് ചെയ്യും. സോ 35AD പ്രകാരം ഡിഡക്ഷൻ അനുവദിച്ച ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഡിമോളിഷ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയതിന്റെ പേരിൽ നമുക്കൊരു ഇൻകം കിട്ടുവാണെങ്കിൽ ദാറ്റ് ഇൻകം വിൽ ബി ചാർജബിൾ എന്നുള്ളതാണ് ഇവിടെ ഓർക്കേണ്ടത്. ഓക്കെ, 35AD നമ്മൾ ഡിസ്കസ് ചെയ്യും. മൂവിങ് ഓൺ. സോ ലെറ്റ്സ് സി, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ഫോർ പ്രിപ്പറേഷൻ ഓർ ഫൈൻഡിങ് ഔട്ട് ഇൻകം അണ്ടർ ദിസ് ഹെഡ്. അതിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിക്കോസ് ബിസിനസ് ആണ്. ഓക്കെ, ബിസിനസ് ഇൻകം ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തുടങ്ങും. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു വച്ചിട്ട് അതിനകത്തുനിന്നും ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, എന്നാൽ ഇൻക്ലൂഡ് ചെയ്യാതെ പോയത്, അതേപോലെ ഏതൊക്കെ ഐറ്റംസ് ആണ് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്ത് പക്ഷെ നമുക്ക് അതിനകത്ത് ഒരു കാരണവശാലും അലോ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. സോ ദാറ്റ് ഈസ് ദി പർപ്പസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അവിടെ നിന്നും ആഡ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് വിച്ച് ആർ നോട്ട് അലൗബിൾ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത ചില ഐറ്റംസ്, ഓക്കെ, ഓൾറെഡി ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുമല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു ഐറ്റം ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അത്രയും കുറഞ്ഞിരിക്കുകയാണ്. സോ ഓൾറെഡി ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഡിഡക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം അത് അലോ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ലെറ്റ് മി റിപ്പീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ മീനിങ് ആലോചിച്ച് നോക്കുക. ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അത്രയും കുറഞ്ഞുപോയി.
സോ പ്രോഫിറ്റ് അത്രയും കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസിൽ അവർക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം ഈ ഐറ്റംസ് അലോ ചെയ്യാൻ പാടില്ലെങ്കിൽ വി മസ്റ്റ് ആഡ് ബാക്ക് ചെയ്യണം. അതിന് കുറച്ച് ഐറ്റത്തിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി ഡയറക്ട്ലി അലോ ചെയ്യില്ല. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം, ബിക്കോസ് ഇൻകം ടാക്സിന് വേറെ റേറ്റ് ആണ്, വേറെ ബണ്ടിൽ റേറ്റ് വേറെ രീതിയിലാണ് അലോ ചെയ്യുന്നത് ഓരോ ഐറ്റത്തിനും. സോ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ എത്രയാണോ അതങ്ങ് ആഡ് ബാക്ക് ചെയ്യുക. നമ്മൾ അലോ ചെയ്യില്ല, സോ ആഡ് ബാക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് 30% ഓഫ് സം പേയബിൾ ടു റെസിഡൻസ് ഓൺ വിച്ച് ടാക്സ് ഈസ് നോട്ട് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓർ ആഫ്റ്റർ ഡിഡക്ഷൻ ഹാസ് നോട്ട് ബീൻ റെമിറ്റഡ് ഓൺ, ഏതെങ്കിലും ഒരു കേസിൽ TDS പേ ചെയ്യേണ്ടതാണ്, TDS പേ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ TDS കാണിച്ചുകൊണ്ട് ഒരു ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞൊരു എമൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 30% ആഡ് ബാക്ക് ചെയ്യണം. സോ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു കാരണവശാലും തെറ്റിന് ചോദിക്കാറില്ല. അതുകൊണ്ട് ഞാൻ വേഗം ഇമ്പോർട്ടന്റ് ഐറ്റംസ് മാത്രം പറഞ്ഞു പോകുന്നു. സോ ഇൻകം ടാക്സ് അലോ ചെയ്യുന്ന പോർഷൻ നമുക്ക് എടുക്കാം. ഡിസലൗഡ് ആയിട്ടുള്ള, അത് നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം ഇൻകം ടാക്സ് ആണ് അലോ ചെയ്യുന്നത്. സോ ഡിസലൗഡ് ആയിട്ടുള്ള പോർഷൻ ആഡ് ബാക്ക് ചെയ്യുക. അതേപോലെ any expenditure incurred in respect of which payment is made for goods and services to a related person. അതായത് കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻഡിവിജ്വലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് വേണ്ടി ഒരു പേയ്മെന്റ് നടത്തുന്നു. ഓക്കെ, സോ നോർമലി അങ്ങനെ ഒരു പേയ്മെന്റ് വരുന്നത് ഇൻകം ടാക്സ് അതോറിറ്റിയും ടാക്സ് വെട്ടിക്കാനുമുള്ള എയിമോട് കൂടിയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എന്തെങ്കിലും ഒരു പേയ്മെന്റ് പോയിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് അൺറീസണബിൾ, റീസണബിൾ ആണെങ്കിൽ ഓക്കെ, അൺറീസണബിൾ ആണെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക. ബിക്കോസ് അലോ ചെയ്യാൻ പറ്റില്ല. നമ്മളുമായി ബന്ധമുള്ള ഒരു ഇൻഡിവിജ്വലിലേക്ക് ഒരു പേയ്മെന്റ് പോകും. ആ പേയ്മെന്റ് കൊടുത്തിരിക്കുന്ന എമൗണ്ടും അതേപോലെ ആ പേയ്മെന്റ് പറഞ്ഞിരിക്കുന്ന റീസണും ജെനുവിൻ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ആഡഡ് ബാക്ക്. ദെൻ അതേപോലെ സർട്ടൻ നെക്സ്റ്റ് ഐറ്റം, certain sums payable by the assessee which have not been paid during the relevant previous year. So അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് പ്രകാരം വെദർ ഡ്യൂ എന്നുള്ള സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ, ആക്ച്വൽ പേയ്മെന്റ് നടത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഡ്യൂ ആകുമ്പോൾ തന്നെ നമ്മൾ അത് പേ ചെയ്തു എന്നുള്ള രീതിയിൽ കാണിക്കും. സോ ആ ഒരു ഇഷ്യൂ വരുമ്പോൾ ഡ്യൂ ആയിട്ടുണ്ട്, പേയ്മെന്റ് നടത്തേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ ആക്ച്വലി പേ ചെയ്തിട്ടില്ലെങ്കിൽ, പേ ചെയ്യാത്ത ഒരു എമൗണ്ട് ഒരു കാരണവശാലും ഇൻകം ടാക്സ് പ്രകാരം ഡിഡക്ഷൻ അലോ ചെയ്യില്ല. സോ ദാറ്റ് എമൗണ്ട് വിൽ ബി ആഡഡ് ബാക്ക്. സോ ലൈക്വൈസ് ഇങ്ങനെ വരുന്ന ഒരുപാട് ഐറ്റംസ്, അതൊരു നമ്മളോട് ചോദിക്കാവുന്ന എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ് ഡിസലൗഡ് തുടങ്ങിയിട്ടുള്ള, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എക്സ്പെൻസസ് വിച്ച് ആർ ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് വിച്ച് ആർ നോട്ട് അലൗഡ് ബൈ ഇൻകം ടാക്സ് ആക്ട്. അതാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ, പെനാൽറ്റി പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരു ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അലോ ചെയ്യില്ല, പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ആദ്യം ആഡ് ബാക്ക് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്യുന്നു. എക്സ്പെൻസസ് അലൗബിൾ ആസ് ഡിഡക്ഷൻ ബട്ട് നോട്ട് ഡെബിറ്റഡ് ഇൻ ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പറയും. പ്രസന്റേഷൻ സ്ലൈഡ്സ് സൈഡിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത്, സൈഡിൽ എൻ്റെ ഇമേജ് കാണുന്നിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു എഡ്യൂലൈസ് ക്ലാസ് റൂം ഉണ്ട്, അതിൽ പിൻ ചെയ്ത് വെക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കാൻ പറ്റും, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിയായോ? ഓക്കെ. ദെൻ ഡിഡക്റ്റ് ചെയ്യാവുന്ന ഐറ്റംസ്. ഡിഡക്റ്റ് ചെയ്യാവുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി ആഡ് ബാക്ക് ചെയ്തത് ബുക്സിലുള്ള ഡിപ്രീസിയേഷൻ ആണ്. എന്നാൽ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 32 പ്രകാരം, അത് ഇൻകം ടാക്സ് റൂൾസ് പ്രകാരം നമുക്ക് കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അലോ ചെയ്യാവുന്ന ഡിപ്രീസിയേഷൻ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. സോ ഓൾറെഡി ബുക്സിൽ തന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് അഡീഷണൽ ഡിപ്രീസിയേഷൻ, മിഷനറി ഒക്കെ അക്യൂർ ചെയ്യുമ്പോൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ വരാറുണ്ട്, അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ബേസിക്കലി ഡിപ്രീസിയേഷൻ ഓർത്തേക്കുക, ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്യാവുന്ന, ആഡ് ബാക്ക് ചെയ്യാവുന്ന ഡിഡക്റ്റ് ചെയ്യാവുന്ന ഐറ്റംസ് ആണ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ്. ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഡിഡക്റ്റബിൾ ആണ്. അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. സോ
തുടങ്ങിയ സ്റ്റെപ്പിൽ നിന്നും 2 സ്റ്റെപ്സ് മാത്രം ഓർക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് വിച്ച് ആർ നോട്ട് അലൗഡ്. എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത് അലോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആഡ് ബാക്ക് ചെയ്യുക. ദെൻ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല പക്ഷെ അലോ ചെയ്യാം. അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഡിഡക്ട് ചെയ്യുക. അതിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് ഓർത്താൽ മതി. ഡിപ്രീസിയേഷൻ, അഡീഷണൽ ഡിപ്രീസിയേഷൻ, വെയിറ്റ് ഡിഡക്ഷൻ. ചില ഐറ്റംസിൽ, അതായത് ലൈക്ക് റിസർച്ചിന് വേണ്ടി ഇവര് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, റിസർച്ച് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദി കൺട്രി, അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ അഡീഷണൽ ബെനിഫിറ്റ്സ് കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ അഡീഷണൽ ബെനിഫിറ്റ് വിൻ ദി സെൻസ് എക്സ്പെൻസസ്, ആ എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിഡക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ഐറ്റം, ഇൻകം ക്രെഡിറ്റഡ് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് നോട്ട് ടാക്സബിൾ. സോ ചില ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് പ്രകാരം അതർ സോഴ്സസിൽ വരുന്ന ഐറ്റമാണ്. അതേപോലെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരം അതർ സോഴ്സ് വരുന്നതാണ്. പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ക്രെഡിറ്റ് ചെയ്ത ഐറ്റം ആയതുകൊണ്ട് ഇത്രയും പ്രോഫിറ്റ് കൂടിക്കിടക്കുകയാണ്. അത്രയും പ്രോഫിറ്റ് കുറയ്ക്കണമെങ്കിൽ ഡിഡക്ട് ചെയ്യുക. സോ നെക്സ്റ്റ് ഹെഡ് ആയിട്ട് വരുന്നത് ഇൻകംസ് ക്രെഡിറ്റഡ് നോട്ട് ഡെബിറ്റഡ് ക്രെഡിറ്റഡ് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരുന്ന ഐറ്റംസ് പക്ഷേ ആക്ച്വലി നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്യേണ്ടതല്ല, നോട്ട് ടാക്സബിൾ ആണ്. അങ്ങനെയുള്ള ഇൻകത്തിനെ നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, നോട്ട് ടാക്സബിൾ ഇൻ ദി സെൻസ് ഈ ഹെഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ ടാക്സബിൾ അല്ലെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് ഡിഡക്ട് ചെയ്ത് കളയാം. എക്സാമ്പിൾസ് പറയാവുന്നത് ഡിവിഡൻഡ് ഇൻകം. ഐ ഓൾറെഡി ടോൾഡ് യു, ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ് അപ് ടു എ സർട്ടൻ ലിമിറ്റ്. ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതർ സോഴ്സസിലാണ്. അടുത്തതായിട്ട് അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റഡ് ആണ്. ദെൻ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ക്യാപിറ്റൽ അസെറ്റ്, റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, വിന്നിംഗ് ഫ്രം ലോട്ടറി, ഇതൊക്കെ അതർ സോഴ്സസ് ഇൻകം ആയിട്ട് വരും. ദെൻ ഗിഫ്റ്റ് which are exempt or taxable under other heads, അങ്ങനെയുള്ള ഐറ്റംസ്. സോ ഈ ഓരോ ഐറ്റവും നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുണ്ട്, പക്ഷേ ആക്ട് പ്രകാരം നമുക്ക് ഈ ഒരു ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഐറ്റംസ് ഡിഡക്ട് ചെയ്തു. ആൻഡ് ലാസ്റ്റ്, എനി ഡീംഡ് ഇൻകം. ഡീംഡ് ഇൻകം മീൻസ് ഇൻകം വിച്ച് ആർ നോട്ട് ഷോൺ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പക്ഷേ ഇൻഡിവിജ്വൽ ഇൻകം ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. എക്സാമ്പിൾ പറയാവുന്നത് ബാഡ് ഡെപ്റ്റ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഇൻ ആൻ ഏർലിയർ പ്രീവിയസ് ഇയർ നൗ റിക്കവേഴ്സ്. നമ്മൾ കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയറിൽ ബാഡ് ഡെറ്റ് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പൊ ആ ബാഡ് ഡെറ്റ് തിരിച്ചു കിട്ടി. ഓക്കെ, ബാഡ് ഡെപ്റ്റ് എന്താണെന്നറിയാലോ. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാശ് തരാനുള്ള ഇൻഡിവിജ്വൽ ആണ്, അദ്ദേഹം പൈസ തരുന്നില്ല. അവിടെയാണ് ബാഡ് ഡെറ്റേഴ്സ്, അതിനെയാണ് ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. സോ ബാഡ് ഡെറ്റ് ഒരു വർഷത്തിൽ നമ്മൾ അലോവബിൾ ആയിട്ട് കാണിച്ചു. മീൻസ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ബാഡ് ഡെറ്റ് വന്നു, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അത് നമ്മൾ അലോ ചെയ്തു. പക്ഷേ കഴിഞ്ഞ പ്രീവിയസ് ഇയർ കഴിഞ്ഞ് ഈ വർഷമായപ്പോൾ അദ്ദേഹം അത് റീപേ ചെയ്തു. നമ്മൾ തരില്ലാന്ന് വിചാരിച്ചാണ് റീപേ ചെയ്തു എന്ന് പറഞ്ഞാൽ റിക്കവർ ചെയ്തു. സോ ദാറ്റ് ഈ ടൈമിൽ ദാറ്റ് വിൽ ബി ടാക്സബിൾ. അത് ഈ വർഷത്തെ ഇൻകം അല്ലെങ്കിലും അത് ടാക്സബിൾ ആയിട്ട് കാണിക്കുക. അതുകൊണ്ടാണ് അതിനെ ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് റെമിഷൻ ഓർ സെസേഷൻ ഓഫ് എ ട്രേഡിംഗ് ലയബിലിറ്റി. ഏതെങ്കിലും ഒരു ലയബിലിറ്റി നമുക്കുണ്ടായിരുന്നു, അത് വേണ്ട എന്ന് വയ്ക്കുന്നു. ഓക്കെ, ക്രെഡിറ്റർ ആയ എമൗണ്ട് വേണ്ട, ആ എമൗണ്ട് തരണ്ട എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഒഴിവാക്കുവാണെങ്കിൽ ആ സിറ്റുവേഷൻസിൽ അതൊക്കെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം ഡീംഡ് ഇൻകത്തിന് എക്സാമ്പിൾ ആണ്. ഡീംഡ് ഇൻകം മീൻസ് ആക്ച്വലി നമ്മുടെ ഇൻകം അല്ല, പക്ഷേ നമുക്കുണ്ടായിരുന്ന ഒരു എക്സ്പെൻസ് ഇല്ലാതായി എന്നുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ഇല്ലാതായി, ആ സിറ്റുവേഷൻസിലാണ് ഡീംഡ് ഇൻകം വരുന്നത്. അതും കൂടി ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് കിട്ടും. ഓക്കെ, സോ ഒരു തവണ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണം. നമ്മളിവിടെ ചെയ്ത ഐറ്റംസ് ഏതൊക്കെ ഐറ്റംസ് ആണ് സ്പെസിഫിക്കലി നിങ്ങളോട് ചോദിക്കില്ല. സോ എന്തൊക്കെ ഐറ്റംസ് ആണ് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഡിഡക്ട് ചെയ്യേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കുക. ഫസ്റ്റ്, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിന്റെ ഒപ്പം എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് വിച്ച് ആർ നോട്ട് അലവബിൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അലോ ചെയ്യാൻ പറ്റില്ല. ദെൻ
രണ്ടാമതായിട്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല പക്ഷെ അലോ ചെയ്യാം എന്നുള്ളത് ഡിഡക്ട് ചെയ്യുക. മൂന്നാമതായിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അലോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ അതും ഡിഡക്ട് ചെയ്യുക. ആൻഡ് ഫൈനലി ഡീംഡ് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക. എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. So let's see next. Certain deductions to be allowed only on actual payment. ആക്ച്വൽ പേയ്മെന്റിൽ മാത്രം നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്ന ചില ഡിഡക്ഷൻസ്, അതായത് അക്രൂ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ആക്ച്വലി പേയ്മെന്റ് വന്നാൽ മാത്രമേ ഈ എമൗണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് എനി സം പേയബിൾ ബൈ വേ ഓഫ് ടാക്സ്, ഡ്യൂട്ടി, സെസ്, ഫീ. ഈ പറയുന്ന എല്ലാ എമൗണ്ടും ടു ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് അതോറിറ്റിയിലേക്ക് പേ ചെയ്യാനുള്ള ഒരു എമൗണ്ട് ആണ്. അത് ഡ്യൂ ആയി എന്നുള്ള രീതിയിൽ ഒരിക്കലും അലോവൻസ് അലോ ചെയ്യില്ല, ഡിഡക്ഷൻ നമ്മൾ അലോ ചെയ്യില്ല. ഇത് ഡ്യൂ ആയാൽ പോരാ, ആക്ച്വൽ പേയ്മെന്റ് നടന്നിട്ടുണ്ടാവണം. രണ്ടാമതായിട്ട് എനി സം പേയബിൾ ആസ് എൻ എംപ്ലോയർ ബൈ വേ ഓഫ് കോൺട്രിബ്യൂഷൻ ടു എനി PF, സൂപ്പറാനുവേഷൻ ഫണ്ട് ഓർ ഗ്രാറ്റുവിറ്റി ഫണ്ട്. ഇതെല്ലാം എംപ്ലോയീസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയുള്ള ഫണ്ട്സ് ആണ്. ഇതിലേക്ക് പേയബിൾ ആണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും ഉപയോഗിക്കില്ല. ആക്ച്വൽ പേയ്മെന്റ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഡിഡക്ട് ചെയ്യാൻ സാധിക്കൂ. അതേപോലെ എനി സം പേയബിൾ ടു ആൻ എംപ്ലോയി ആസ് ബോണസ് ഓർ കമ്മീഷൻ. ബോണസ് ഓർ കമ്മീഷൻ പേയബിൾ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല, പേ ചെയ്യണം എന്നാൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ആൻഡ് എനി സം പേയബിൾ ആസ് ഇൻട്രസ്റ്റ് ഓൺ എനി ലോൺ ഓർ ബോറോയിങ്. ഏതെങ്കിലും ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്, ലോൺ ഉണ്ട്, അങ്ങനെയുള്ള കേസുകളിലും. ആൻഡ് എനി സം പേയബിൾ ആസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ അഡ്വാൻസസ്. രണ്ട് തരത്തിലുള്ള ലോൺസ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഷെഡ്യൂൾഡ് ബാങ്ക്സിൽ നിന്നും ഒന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുമാണ്. അത്രയും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, രണ്ടും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. നെക്സ്റ്റ്, എനി സം പേയബിൾ ആസ് എൻ എംപ്ലോയർ ഇൻ lieu ഓഫ് എനി ലീവ് അറ്റ് ദി ക്രെഡിറ്റ് ഓഫ് എൻ എംപ്ലോയി. എംപ്ലോയിയുടെ ലീവ് എൻകാഷ്മെന്റ് വരുന്നു, ആ ലീവ് എൻകാഷ്മെന്റ് കൊടുത്താൽ മാത്രമേ പേയ്മെന്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. കൊടുക്കാനുണ്ട് എന്നുള്ള രീതിയിൽ പേയ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ആൻഡ് ഫൈനലി എനി സം പേയബിൾ ടു ദി ഇന്ത്യൻ റെയിൽവേ ഫോർ യൂസ് ഓഫ് റെയിൽവേ അസറ്റ്. റെയിൽവേ അസറ്റ് ഉപയോഗിച്ചതിന് നമ്മൾ റെയിൽവേ അസറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ, റെയിൽവേയുടെ പ്ലാറ്റ്ഫോമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബേസിൽ നമുക്ക് നമ്മൾ അവർക്കൊരു പേയ്മെന്റ് നടത്തേണ്ടി വരും. ആ പേയ്മെന്റ് ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ഡിഡക്റ്റബിൾ ആയിട്ട് കാണിക്കൂ. സോ ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് എല്ലാം ആക്ച്വൽ പേയ്മെന്റിൽ മാത്രമേ ഡിഡക്റ്റബിൾ ആയിട്ട് കാണിക്കൂ എന്നുള്ള ഒരു കേസ് ഓർത്തേക്കുക. ഓക്കെ, നമുക്ക് റെലവന്റ് ആയിട്ടുള്ളത് ഇതാണ്. സോ ഡിഡക്ഷൻ ഫോർ എക്സ്പെൻഡിച്ചർ ഓൺ കോൺട്രിബ്യൂഷൻ ഫോർ റിസർച്ച് അണ്ടർ സെക്ഷൻ 35. സോ റിസർച്ചിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നു എന്നുള്ള പേരിൽ ചില എക്സ്പെൻസുകൾ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. ആ എക്സ്പെൻസുകളുടെ പേരുകളൊന്നും ഓർത്തേക്കുക, പ്ലസ് എത്ര ശതമാനമാണ് ഡിഡക്ഷൻസ് എന്നും നമ്മൾ ഓർക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ലെയ്ഡ് ഔട്ട് ഓർ എക്സ്പെൻഡഡ് ഓൺ സയന്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു അസസീസ് ബിസിനസ്. അസസിയുടെ ബിസിനസിന് വേണ്ടി സയന്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ വരുവാണെങ്കിൽ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ വരുവാണെങ്കിൽ മാക്സിമം ഡിഡക്ട് ചെയ്യാവുന്നത് 100% ആണ്. അതായത് എത്രയാണ് 1000 rupees എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ ആ 1000 rupeesഉം ഡിഡക്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ആണ്. സോ ഫസ്റ്റ് ഐറ്റം ഓർക്കുക, സയന്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വരുവാണെങ്കിൽ ആ എക്സ്പെൻസ് റവന്യൂ നേച്ചറിലായിരിക്കണം. ഇൻ ദാറ്റ് കേസ് ദർ വിൽ ബി എ ഡിഡക്ഷൻ ഓഫ് 100%. രണ്ടാമത്തെ ഐറ്റം, എനി സം പെയ്ഡ് ടു നോട്ടിഫൈഡ് അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റി, കോളേജ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സയന്റിഫിക് റിസർച്ച്. ആദ്യത്തെ കേസിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട റിസർച്ച് ആണ്. വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ റിസർച്ച് അസോസിയേഷനോ അല്ലെങ്കിൽ കോളേജിനോ സയന്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ, ഇന്ത്യൻ പോപ്പുലേഷന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇൻ ദാറ്റ് കേസ് അഡീഷണൽ ബെനിഫിറ്റ് അദ്ദേഹത്തിന് കിട്ടും. കൊടുക്കുന്ന എമൗണ്ടിന് 150% ഡിഡക്റ്റബിൾ ആണ്. കൊടുക്കുന്ന എമൗണ്ട് 1000 ആണെങ്കിൽ 1500 അദ്ദേഹത്തിന് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. രണ്ട് ഐറ്റംസ് നമ്മൾ പറഞ്ഞു.
സെഷൻ 35 പ്രകാരം ബിസിനസ് ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ആണ്. ഒന്നാമത്തെ ഐറ്റം സയന്റിഫിക് റിസർച്ച് വിത്ത് റിലേഷൻ ടു ഹിസ് ഓൺ അസസീസ് ഓൺ ബിസിനസ്. അസിന്റെ സ്വന്തം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സയന്റിഫിക് റിസർച്ച് ആണെങ്കിൽ 100% ഡിഡക്ഷൻ ആണ് അലോ ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഒരു കോളേജിനോ യൂണിവേഴ്സിറ്റിക്കോ അങ്ങനെയുള്ള റിസർച്ച് അസോസിയേഷനോ ഏതെങ്കിലും സം കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സയന്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, ഇൻ ദാറ്റ് കേസ് 150% ഡിഡക്ഷൻ അലോ ചെയ്യും. മൂന്നാമതായിട്ട് എനി സം പേ ടു അപ്രൂവ്ഡ് ഇന്ത്യൻ കമ്പനി ഫോർ സയന്റിഫിക് റിസർച്ച്. ഇന്ത്യൻ കമ്പനി സയന്റിഫിക് റിസർച്ചിന് വേണ്ടി ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനിക്ക് സയന്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവിടെയും 100% അലോ ചെയ്യും. ദെൻ എനി സം പേ ടു നോട്ടിഫൈഡ് ഓർ അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റി, കോളേജ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കേസുമായിട്ട് ചെറിയ ഡിഫറൻസസ് വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ 35(1) പറയുന്നത് ഓർത്തേക്ക് റിസർച്ച് അസോസിയേഷൻ അവർക്ക് കൊടുക്കുന്നത് സയന്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാനാണ്. സയന്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കോളേജിനും യൂണിവേഴ്സിറ്റീസിനും കൊടുക്കുകയാണെങ്കിൽ 150% ഡിഡക്ട് ചെയ്യാം. വേറസ് സോഷ്യൽ സയൻസിൽ റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിന് വേണ്ടി മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ 100% മാത്രമായിരിക്കും ഡിഡക്ഷൻ കിട്ടുന്നത്. അടുത്തതായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതർ ദാൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അക്വിസിഷൻ ഓഫ് ലാൻഡ്, ഇൻകേർഡ് ഓൺ സയന്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു അസസീസ് ബിസിനസ്. അവിടെയും ക്യാപിറ്റൽ ആയാലും റവന്യൂ ആയാലും രണ്ടിടത്തും 100% ഡിഡക്ഷൻ അലോ ചെയ്യും. നെക്സ്റ്റ്, എനി സം പേ ടു അപ്രൂവ്ഡ് നാഷണൽ ലാബോറട്ടറി, യൂണിവേഴ്സിറ്റി, IIT, specified person to be used for scientific research undertaken under an approved program. ഏതെങ്കിലും ഒരു IITക്കോ ലാബോറട്ടറിക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്കോ ഏതെങ്കിലും ഒരു അപ്രൂവ്ഡ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സയന്റിഫിക് റിസർച്ച് ചെയ്യാൻ വേണ്ടി എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനും 150% ഡിഡക്ഷൻ അലോ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ a company engaged in the business of biotechnology or any business of production or manufacture of any article or thing, being an article of or thing specified in 11th schedule on scientific research approved in in-house R&D facility. So നമ്മളിവിടെ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി പറയാവുന്നത് സയന്റിഫിക് റിസർച്ച് കമ്പനിയുടെ പുറത്ത് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്ന ആസ്പെക്ട് കമ്പനിയുടെ പുറത്താണെങ്കിൽ, കമ്പനിക്ക് വേണ്ടിയല്ല, കമ്പനിയുടെ പുറത്ത് ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ 150% ഡിഡക്ഷൻ അലോ ചെയ്യും. ബാക്കിയുള്ള എല്ലാ കേസുകളിലും ഡിഡക്ഷൻ എന്ന് പറയുന്നത് 100% ആണ്. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ട് ഓർക്കുക. സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് വിത്തിൻ ദി കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടിയാണ്, റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്, എന്നാൽ പോലും 100% മാത്രമായിരിക്കും ഡിഡക്ഷൻ. വെറസ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, IIT അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസർച്ച് അസോസിയേഷൻ ഇവരൊക്കെ സയന്റിഫിക് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മാത്രം 150% ഡിഡക്ഷൻ വരും. ഓർക്കേണ്ടത് സയന്റിഫിക് റിസർച്ച് മാത്രമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചോ അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ചോ സോഷ്യൽ സയൻസിലുള്ള റിസർച്ചോ ആയിക്കഴിഞ്ഞാൽ ഈ ഡിഡക്ഷൻ അലോ ചെയ്യില്ല. 100% മാത്രമേ വരൂ. ക്ലിയർ ആണോ? ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സയന്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട്. സയന്റിഫിക് എന്ന് പറയുന്ന ടേം കാണണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സയന്റിഫിക് എന്ന് പറയുന്ന ടേമും ദി പർപ്പസ് ഈസ് ഫോർ സംതിങ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷന് പുറത്തുള്ള ഒരു പർപ്പസും ആണെങ്കിൽ മാത്രം 150. ഇനി ഓർഗനൈസേഷന് വേണ്ടിയുള്ള സയന്റിഫിക് റിസർച്ച് ആണെങ്കിലും വേറെ എന്ത് പർപ്പസ് തന്നെയായാലും അതിന് 100% ആയിരിക്കും ഡിഡക്ഷൻ എന്നുള്ള രീതിയിൽ ഓർത്തേക്കുക. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ഐറ്റം, ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ടാക്സ് ഡിഡക്ഷൻ അണ്ടർ സെഷൻ 35AD. 35AD നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 35ADയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ടാക്സബിൾ എന്ന് നമ്മൾ പറഞ്ഞു. സോ 35ADയിൽ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ടാക്സ് ഡിഡക്ഷൻ. ഓക്കെ, സോ 100% ഓഫ് ദി ഫോളോയിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ incurred only and exclusively for specified business allowed as a deduction. So 100% of capital expenditure allow ചെയ്യും ഡിഡക്ഷൻ ആയിട്ട്. സോ ഏത് ഐറ്റത്തിനാണെന്ന് നമുക്ക് നോക്കാം. എക്സ്പെൻഡിച്ചർ incurred during the previous year allowed as a deduction in the same previous year.
നമുക്ക് എന്നാണോ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നത് ആ വർഷം തന്നെയായിരിക്കും ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് പ്രയർ ടു കമൻസ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് allowed as a deduction in the year of commencement of operation. Then if the amount incurred is capitalized in the books of accounts on the date of commencement of operations. So അതായത് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഡിഡക്ഷൻ അലോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. നമ്മൾ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡിഡക്ഷൻ വരുന്നത്. ഇതൊരു ക്യാപിറ്റൽ അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. ഫസ്റ്റ് തിങ്, നമ്മൾ നമ്മളുടെ ബിസിനസ് ഇൻകം യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്യാപിറ്റൽ അസറ്റ് മേടിക്കുന്നു. ഓക്കെ, അവിടെ വരുന്ന കണ്ടീഷൻ ഇതാണ്. ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ എന്നാണോ നമ്മൾ മേക്ക് ചെയ്യുന്നത് ആ വർഷം തന്നെയായിരിക്കും ഡിഡക്ഷൻ അലോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, എക്സ്പെൻഡിച്ചർ ബിസിനസ് കമൻസ് ചെയ്യുന്നതിന്, ബിസിനസിന്റെ ഓപ്പറേഷൻ കമൻസ് ചെയ്യുന്നതിന് മുമ്പാണ് ഇൻകർ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്നാണോ ബിസിനസ് ഓപ്പറേഷൻ കമൻസ് ചെയ്യുന്നത് ആ പോയിന്റിലായിരിക്കും ഇത് ടാക്സബിൾ ആയിട്ട് വരുന്നത്. സോ രണ്ടും ഓർക്കേണ്ടത്, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്യാപിറ്റൽ അസറ്റ്, ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നതായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ എങ്ങനെ അലോ ചെയ്യാം എന്നുള്ളതാണ്. 100% ഡിഡക്ഷൻ നമ്മൾ അലോ ചെയ്യും. ബട്ട് ദി കണ്ടീഷൻ ഈസ് ദാറ്റ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്ത പ്രീവിയസ് ഇയറിൽ തന്നെയായിരിക്കും അതിനുള്ള ബെനിഫിറ്റ് അലോ ചെയ്യുന്നത്. അത് അടുത്ത വർഷങ്ങളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ഇനി നമ്മളുടെ ബിസിനസ് ഓപ്പറേഷൻ കമൻസ് ചെയ്യുന്നതിന് മുമ്പാണ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തതെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻ എപ്പോഴാണോ കമൻസ് ചെയ്യുന്നത് ആ വർഷമായിരിക്കും ഇത് ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി ഫോളോയിങ് എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന, നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 100% ഡിഡക്ഷൻ അലോ ചെയ്യാം എന്ന് പറയുമ്പോഴും താഴെ പറയുന്ന ഐറ്റത്തിനകത്ത് 100% ഡിഡക്ഷൻ അലോ ചെയ്യില്ല. ഒന്ന് നോക്കാം ഏതൊക്കെയാണ്. എക്സ്പെൻഡിച്ചർ ഓൺ അക്വിസിഷൻ ഓഫ് ലാൻഡ്, ഗുഡ്വിൽ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ലാൻഡ് മേടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗുഡ്വിൽ അക്വയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അസറ്റ് മേടിക്കുന്നു. ഈ കേസുകളിലൊന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള പെർവ്യൂവിനകത്ത് നമ്മൾ എടുക്കില്ല, അത് ഡിഡക്റ്റബിൾ ആയിട്ട് വരില്ല. അതോടൊപ്പം തന്നെ എക്സ്പെൻഡിച്ചർ ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെന്റ് ഓർ അഗ്രിഗേറ്റ് ഓഫ് പേയ്മെന്റ്സ് മെയ്ഡ് ടു എ പേഴ്സൺ ഇൻ എ ഡേ അതർവൈസ് ദാൻ ബൈ വേ ഓഫ് അക്കൗണ്ട് പേ ചെക്ക്, ബാങ്ക് ഡ്രാഫ്റ്റ്, ECS എക്സീഡ്സ് 10,000. അതായത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് ഇതുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം പേ ചെയ്യുന്ന മാക്സിമം എമൗണ്ട് ക്യാഷിൽ 10,000 കൂടുതലാവുകയാണെങ്കിൽ അത് അലോവബിൾ അല്ല. ബിക്കോസ് അത് നമുക്ക് നിലവിൽ അറിയാവുന്നതാണ്. ക്യാഷ് പേയ്മെന്റ് നമുക്ക് 10,000 കൂടുതൽ ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റില്ല ബിസിനസ് എൻറ്റിറ്റീസിന്. അതുകൊണ്ട് തന്നെ 10,000 കൂടുതലായിട്ട് ക്യാഷ് പേയ്മെന്റ് നടത്തുകയാണ്. അതായത് ചെക്കിലല്ല, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ അല്ല, ബാങ്ക് ഡ്രാഫ്റ്റ് അല്ല, ECS അല്ല, അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയും ഉപയോഗിക്കാതെ ക്യാഷ് പേയ്മെന്റ് നടത്തുവാണെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. സോ ഇവിടെ ഓർക്കേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ഡിഡക്ഷൻ അണ്ടർ 35 AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് ക്യാഷ് അത്രയും പോയി, അത്രയും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഡിഡക്ഷൻ. ഓക്കെ, അതിനകത്ത് 100% ഡിഡക്ഷൻ നമ്മൾ അലോ ചെയ്യും. പക്ഷേ കണ്ടീഷൻ ഇസ് ദാറ്റ് എന്നാണോ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് അതേ പ്രീവിയസ് ഇയർ തന്നെയായിരിക്കും ഡിഡക്ഷൻ അലോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓർക്കേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ടൈമിൽ നമ്മളുടെ ബിസിനസ് കമൻസ്മെന്റ് ആയിട്ടില്ല, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴാണോ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വർഷമായിരിക്കും ഇത് ടാക്സബിൾ ആയിട്ട് വരിക. അതോടൊപ്പം എക്സംഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് ലാൻഡ്, ഗുഡ്വിൽ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഈ 3 ഐറ്റം മേടിക്കുവാണെങ്കിൽ ഡിഡക്ഷൻ അലോ ചെയ്യില്ല. ദെൻ ഫൈനലി ഒരു ദിവസം നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത്, ഒരു ഇൻഡിവിജ്വലിന് വേണ്ടി കൊടുക്കാവുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. ആ 10,000 നമുക്ക് 10,000 കൂടുതൽ പേ ചെയ്യുവാണെങ്കിൽ നോർമൽ സിറ്റുവേഷൻസിൽ അലോ ചെയ്യാൻ സാധിക്കില്ല. വേറെ 10,000 കൂടുതൽ പേ ചെയ്യുന്നത് ചെക്ക് ആയിട്ടാണ്, അല്ലെങ്കിൽ ബാങ്ക് ഡ്രാഫ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ECS ആയിട്ടാണ്. ഇങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞാൽ അലോ ചെയ്യാം, അല്ലാത്ത സിറ്റുവേഷൻസിൽ അലോ ചെയ്യാൻ പാടില്ല. സോ ദീസ് ആർ ദി എക്സംഷൻസ്. സോ സെഷൻ 35ഉം 35ADയും ക്ലിയർ ആണോ? 2 സെഷൻസ് ആണ്, 35 ആൻഡ് 35AD.
എന്തെങ്കിലും ഡൗട്ട്സ്? ഓക്കെ. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ UGC നെറ്റ് എക്സാമിന് ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണിത്. ഓക്കെ, ഐ തിങ്ക് 2 or 3 times കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ഇടയിൽ കൊമേഴ്സ് പേപ്പറിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പെർസെൻറ്റേജ്. ഞാൻ പറഞ്ഞത് ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ 3 or 4 തവണ ഇത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും റെലവൻ്റ് ആണ്, ഒന്ന് നോക്കിയേക്കുക. സോ ടാക്സബിലിറ്റി ഇൻ കേസ് ഓഫ് കോമ്പോസിറ്റ് ഇൻകം. കോമ്പോസിറ്റ് ഇൻകം എന്ന് പറയുമ്പോൾ ബിസിനസ്സും വരുന്നുണ്ട്, അഗ്രികൾച്ചറും വരുന്നുണ്ട്. ബിസിനസ് ഇൻകവും അഗ്രികൾച്ചർ ഇൻകവും ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ടാക്സബിൾ ആകുന്നത്? സോ അവിടെ നോക്കേണ്ടത് ഓരോ ഐറ്റത്തിനും ഓരോ ടാക്സ് റേറ്റ് ആണ്. ലൈക്ക് ഇൻകം ഫ്രം ദി മാനുഫാക്ചർ ഓഫ് റബ്ബർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന റബ്ബർ. ഓക്കെ, റബ്ബർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ റബ്ബറിൽ നിന്നുള്ള മാനുഫാക്ചറിങ് ഇൻകം എന്ന് പറയുന്നത് 35% ബിസിനസ് ഇൻകം ആയിട്ടും 65% അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. റബ്ബർ ഓർക്കുക, 35% ബിസിനസ് ഇൻകവും 65% അഗ്രികൾച്ചറൽ ഇൻകവുമാണ്. സോ 35% ഈസ് ടാക്സബിൾ. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്, ആ രീതി. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ഐറ്റം നോക്കുകയാണെങ്കിൽ ഇൻകം ഫ്രം ദി മാനുഫാക്ചർ ഓഫ് കോഫി. കോഫി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഗ്രോൺ ചെയ്തതാണ്, ക്യൂർ ചെയ്തതാണ് എങ്കിൽ ഇന്ത്യയിൽ തന്നെ ഗ്രോൺ ചെയ്യുന്നു, ഇന്ത്യയിൽ തന്നെ ക്യൂർ ചെയ്യുന്നു. അതിനുശേഷം റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഒക്കെ ഔട്ട്സൈഡ് ഇന്ത്യയാണ് എന്ന് ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ ഉള്ള സിറ്റുവേഷൻസിൽ 25% ബിസിനസ് ഇൻകവും 75% അഗ്രികൾച്ചറൽ ഇൻകവുമായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ഇത് ഗ്രോൺ ചെയ്തു, ക്യൂർ ചെയ്തു, അതിനുശേഷം ഗ്രോണും ക്യൂറിംഗ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിന്റെ പാർട്ടായിട്ട് കഴിഞ്ഞു. അതിനുശേഷം റോസ്റ്റഡും ഗ്രൗണ്ടഡും മീൻസ് അടുത്ത നെക്സ്റ്റ് ലെവൽ ആക്ടിവിറ്റീസ് അത് ബിസിനസ് ഇൻകത്തിലേക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇൻ ദാറ്റ് കേസ് ഇതെല്ലാം ഇന്ത്യയിലാണ് നടക്കുന്നതെങ്കിൽ, ഓക്കെ, ഈ 4 ആക്ടിവിറ്റിയും ഇന്ത്യയിലാണ് നടക്കുന്നതെങ്കിൽ 40% ബിസിനസ് ഇൻകവും 60% അഗ്രികൾച്ചറൽ ഇൻകവുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കോമ്പോസിറ്റ് ഇൻകത്തിന്റെ ട്രീറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. സോ കോഫിയുടെ കേസിൽ ഗ്രോൺ ആൻഡ് ക്യൂർഡ് ഇൻ ഇന്ത്യ, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലൈക്ക് റോസ്റ്റിങ്ങും ഗ്രൗണ്ടിങ്ങും ഒക്കെ ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ 25% മാത്രമായിരിക്കും ബിസിനസ് ഇൻകം, 75% അഗ്രികൾച്ചറൽ ഇൻകം ആയിരിക്കും. ഇനി എല്ലാ ആക്ടിവിറ്റീസും റോസ്റ്റിങ്ങും ഗ്രൗണ്ടിങ്ങും ഒക്കെ ഇന്ത്യയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ 40% ബിസിനസ് ഇൻകവും ബാക്കി 60% അഗ്രികൾച്ചറൽ ഇൻകവുമായിട്ട് മാറും. ആൻഡ് ഫൈനലി ഇൻകം ഫ്രം ദി മാനുഫാക്ചർ ഓഫ് ടീ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ടീ പ്രൊഡ്യൂസ് ചെയ്യുവാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുമാനമാണെങ്കിൽ 40% ബിസിനസ് ഇൻകവും 60% അഗ്രികൾച്ചറൽ ഇൻകവുമാണ്. ഓക്കെ, ഈ ഫിഗേഴ്സ് നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ ദാറ്റ്സ് ഓൾ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇത്രയും ഏരിയാസ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ബിക്കോസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഏരിയാസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയും, ക്ലിയർ ആണ്. നെക്സ്റ്റ് ഹെഡ്, ക്യാപിറ്റൽ ഗെയിൻ. So capital gain means any profit or gain arising from the transfer of a capital asset effected in the previous year will be chargeable to tax under the head capital gain. നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഗെയിൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നു ബൈ ദി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്. ഒരു ക്യാപിറ്റൽ അസറ്റ് യൂസ് ചെയ്തു, അത് ട്രാൻസ്ഫർ ചെയ്തതിന്റെ പേരിൽ നമുക്ക് കിട്ടുന്ന ഏതൊരു ഇൻകവും ക്യാപിറ്റൽ ഗെയിന്റെ പാർട്ടായിട്ട് നമുക്ക് പറയാം. സോ and shall be deemed to be the income of the previous year in which transaction or transfer took place. അവിടെ ഒരു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. there must be a transfer. ഒരു ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ കയ്യിൽ നിന്നും ഒരു ക്യാപിറ്റൽ അസറ്റ് മറ്റൊരു പാർട്ടിയിലേക്ക് പോയിരിക്കണം. ഓക്കെ,
സോ ട്രാൻസാക്ഷൻ നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ ഓഫ് ദി പ്രോപ്പർട്ടി. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ്റെ പെർവ്യൂവിൽ ചില ട്രാൻസാക്ഷനെ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ ഗെയിൻ ആകുള്ളൂ. എന്നാൽ ചില ഐറ്റത്തിനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതിനുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, എനി ട്രാൻസ്ഫർ ബൈ ദി വേ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓൺ അക്കൗണ്ട് ഓൺ ദി ടോട്ടൽ ഓർ പാർഷ്യൽ പാർട്ടീഷൻ ഓഫ് HUF പാർട്ടീഷൻ നടത്തുന്നു. HUF പാർട്ടീഷൻ നടത്തിയതിന്റെ പേരിൽ ക്യാപിറ്റൽ അസറ്റ് HUFിലെ മെമ്പേഴ്സിന്റെ കയ്യിലേക്ക് പാസ് ചെയ്യുന്നു. ഇതും ഒരു ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, രണ്ടാമതായിട്ട് എനി അസറ്റ് അണ്ടർ എ ഗിഫ്റ്റ് ഓർ വിൽ ഓർ ഇറിവോക്കബിൾ ട്രസ്റ്റ്. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതേപോലെ ഒരു വിൽ പത്രം, ഒരു അഗ്രിമെന്റ്, ഒരു പാസ് ചെയ്തു പോകുന്ന പ്രോപ്പർട്ടി. അതേപോലെ ഇറിവോക്കബിൾ ട്രസ്റ്റ്, അത് റിവോക്ക് ചെയ്യാവുന്നതാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആണ്. അതായത് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് നമുക്ക് അത് തിരിച്ചു മേടിക്കാവുന്ന രീതിയിലുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. വേറസ് തിരിച്ചു മേടിക്കാൻ പറ്റാത്തതാണ്, ട്രാൻസ്ഫർ ചെയ്തു, ഓണർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയി, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അതിനെയും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. നെക്സ്റ്റ്, ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ എ ഹോൾഡിംഗ് കമ്പനി ടു ഇറ്റ്സ് 100% സബ്സിഡറി കമ്പനി ഇൻ ഇന്ത്യ. അതായത് ഒരു ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇവിടെ രണ്ടിടത്തും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത് 100% ആ ഹോൾഡിംഗ് കമ്പനിയുടെ, നേരെ തിരിച്ചു, ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് സബ്സിഡറി കമ്പനിയുടെ 100% ഷെയർസ് അക്യൂർ ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. സോ 3 കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത്, HUFിന്റെ കേസിൽ പാർട്ടീഷൻ നടക്കുമ്പോൾ പാർട്ടീഷന്റെ പേരിൽ ഇൻഡിവിജ്വൽസിന്റെ കയ്യിലേക്ക് വരുന്ന പ്രോപ്പർട്ടി അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. രണ്ടാമതായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക, വില്ലായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇറിവോക്കബിൾ ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുക, ഇതൊന്നും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമതായിട്ട് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി റിലേഷൻസിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോപ്പർട്ടീസും ക്യാപിറ്റൽ അസറ്റിന്റെ പെർവ്യൂവിൽ വരില്ല. അടുത്ത ഐറ്റം, ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ബൈ റിസൾട്ടിംഗ് കമ്പനി ഇൻ എ സ്കീം ഓഫ് ഡീമെർജർ ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി ഡാമേജ്ഡ് കമ്പനി. ഒരു കമ്പനി പിരിച്ചു വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്തുകൊണ്ട് പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു, ലൈക്ക് അമാൽഗമേഷൻ ടൈപ്പ് സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ, ഒരു കമ്പനി ഇല്ലാതാവുന്നു, പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് ഓൾഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയും ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർ ഓൾറെഡി ഇവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു പഴയ കമ്പനിയുടെ. പുതിയ കമ്പനി ആയപ്പോൾ പുതിയ ഷെയർസ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിനെയും ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. നെക്സ്റ്റ്, ബൈ എ ഷെയർ ഹോൾഡർ ഇൻ ദി സ്കീം ഓഫ് അമാൽഗമേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏരിയ തന്നെ ഓർത്തേക്കുക. Then by an individual of sovereign gold bonds issued by RBI under sovereign gold bond scheme 2015 by way of redemption. So sovereign gold bond എന്ന് പറയുന്നത് RBI ഇഷ്യൂ ചെയ്ത ബോണ്ടാണ്. സോ ആ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. നെക്സ്റ്റ്, ബൈ വേ ഓഫ് കൺവേർഷൻ ഓഫ് ബോണ്ട്സ്, ഡിബഞ്ചർ സ്റ്റോക്ക്, ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ഓഫ് എ കമ്പനി ഇൻ ടു ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഓഫ് ദി കമ്പനി. സോ ഒരു കമ്പനിയുടെ ഡിബഞ്ചേഴ്സിനെ അല്ലെങ്കിൽ ഡിബഞ്ചർ സ്റ്റോക്കിനെ അല്ലെങ്കിൽ ബോണ്ടിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഡിബഞ്ചർ പോയി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതിനെയും ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ബൈ വേ ഓഫ് കൺവേർഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് എ കമ്പനി ഇൻ ടു ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസിനെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതും ട്രാൻസ്ഫർ അല്ല. ആൻഡ് ഫൈനലി, ബൈ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഇൻ എ ട്രാൻസാക്ഷൻ ഓഫ് റിവേഴ്സ് മോർഗേജ് അണ്ടർ എ സ്കീം നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന റിവേഴ്സ് മോർഗേജ് സ്കീമിൽ, സോ മോർഗേജ് ചെയ്യുകയാണ്, അങ്ങനെ മോർഗേജ് ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫേർഡ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ പറഞ്ഞ പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. HUFിന്റെ ബെനിഫിഷ്യറി, HUF പാർട്ടീഷൻ ചെയ്ത് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അല്ല. അതേപോലെ ഇറിവോക്കബിൾ ട്രസ്റ്റ് വരുവാണെങ്കിൽ ട്രാൻസ്ഫർ ആവില്ല, ഗിഫ്റ്റ് വരുവാണെങ്കിൽ ട്രാൻസ്ഫർ ആവില്ല, വില്ല് വരുവാണെങ്കിൽ ട്രാൻസ്ഫർ ആവില്ല. അതേപോലെ 100% സബ്സിഡറി കമ്പനിക്ക് ഹോൾഡിംഗ് കമ്പനി ട്രാൻസ്ഫർ ചെയ്യുന്നു, വൈസ് വേഴ്സ, അതും ട്രാൻസ്ഫർ അല്ല. ദെൻ ഡീമർജർ, അമാൽഗമേഷൻ തുടങ്ങിയ കണ്ടീഷൻസിൽ വരുന്ന ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ സോവറിൻ ഗോൾഡ് ബോണ്ട്സ് RBIയുടെ, അതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റിനെ ട്രാൻസ്ഫർ ആയിട്ട് എടുക്കില്ല. ആൻഡ് ബോൺസിനെ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇതൊന്നും ട്രാൻസ്ഫറിന്റെ പെർവ്യൂവിൽ വരില്ല. ആൻഡ് റിവേഴ്സ് മോർഗേജിന്റെ കേസും ട്രാൻസ്ഫറിന്റെ പെർവ്യൂവിൽ വരില്ല. സോ ഇതെല്ലാം ട്രാൻസ്ഫർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറ്റംസ് ആണ്. ഓക്കെ,
ദെൻ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. സോ ഇവിടെ ഓർക്കേണ്ടത്, നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കുന്നു. ആ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺലി ഓർ എക്സ്ക്ലൂസീവ്ലി ഇൻ കണക്ഷൻ വിത്ത് സച്ച് ട്രാൻസ്ഫർ, അതായത് ബ്രോക്കറേജ് ഓർ സെയിൽ, ബ്രോക്കറേജ് ഓൺ സെയിൽ പോലുള്ള ഐറ്റംസ്, നമ്മളൊരു അസറ്റ് വിൽക്കുമ്പോൾ ആ വിറ്റ അസറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ. അതിൽ നിന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ ക്യാപിറ്റൽ ഗെയിന് നമുക്ക് ആദ്യമായിട്ട് ക്യാപിറ്റൽ ഗെയിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞേക്കാം. ക്യാപിറ്റൽ ഗെയിനെ നമുക്ക് 3 തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പറയാം. ദാറ്റ് മീൻസ് 2 തരത്തിലേ വരുന്നുള്ളൂ. ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സോ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇസ് ദർ. ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം എന്ന് ഡിസൈഡ് ചെയ്യുന്ന പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇൻ കേസ് ഓഫ് ഹോൾഡിംഗ് മോർ ദാൻ 12 months, ലെസ് ദാൻ 12 months, 12 മാസത്തിൽ താഴെ മാത്രം നമ്മളുടെ കൈവശം വയ്ക്കുന്ന ചില അസറ്റ്സ് ലൈക്ക് സെക്യൂരിറ്റി ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതിന് മാക്സിമം ടൈം എന്ന് പറയുന്നത് 12 ആണ്. 12 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. 12 മാസം വരെ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. രണ്ടാമത്തെ ഐറ്റം യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ യൂണിറ്റ്സും അതേപോലെ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അതും 1 വർഷത്തിൽ കൂടുതൽ കൈവശം വയ്ക്കുകയാണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. ദെൻ സീറോ കൂപ്പൺ ബോണ്ട് അതും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ 2 വർഷത്തെ പെർവ്യൂ വരുന്നു. 2 വർഷത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 24 മാസം കൈവശം വച്ചാൽ മാത്രം അതിനുശേഷം മാത്രം ലോങ് ടൈം ആയിട്ട് മാറുന്ന ഐറ്റംസ്. ഒന്ന് അൺലിസ്റ്റഡ് ഷെയർസ്. ലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ 12 മാസമാണ് പെർവ്യൂ. അൺലിസ്റ്റഡ് ആണെങ്കിൽ 24 മാസം കൈവശം വെച്ചാൽ മാത്രമേ ലോങ് ടൈം ആയിട്ട് മാറൂ. അതേപോലെ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്, അല്ലെങ്കിൽ ലാൻഡ് ആകാം അല്ലെങ്കിൽ ബിൽഡിംഗ് ആകാം അല്ലെങ്കിൽ ലാൻഡും ബിൽഡിങ്ങും. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസും 24 മാസം വരെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും 24 മാസത്തിന് ശേഷം ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റുമായി മാറുന്നു. ദെൻ 3 വർഷത്തെ കണ്ടീഷൻ വരുന്നത് യൂണിറ്റ്സ് ഓഫ് ഡെറ്റ് ഓറിയന്റഡ് ഫണ്ട്. ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടിന്റെ കേസാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ. ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് 1 വർഷമാണ്. ഡെറ്റ് ഓറിയന്റഡ് ഫണ്ട് ആണെങ്കിൽ അതിന് 3 വർഷമാണ് സീലിംഗ് വരുന്നത്. 3 വർഷം കഴിഞ്ഞാൽ ലോങ് ടൈം, 3 വർഷത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടൈം. ദെൻ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ് അല്ലാത്ത അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. അൺലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 2 വർഷം. അൺലിസ്റ്റഡ് ഷെയർസ് അല്ലാതെ അൺലിസ്റ്റഡ് ഡിബെഞ്ചേഴ്സോ അങ്ങനെയുള്ള മറ്റേതെങ്കിലും ഐറ്റംസ് വരുവാണെങ്കിൽ അതിനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. ദെൻ എനി അതർ അസറ്റ്. ഇതൊന്നും കൂടാതെ ബാക്കി ഏത് അസറ്റ് വന്നാലും അതിന്റെ ടൈം പീരീഡ് 3 വർഷമാണ്. ഓക്കെ. ഇതാണ് ഹോൾഡിംഗ് പീരീഡ് to consider asset as long term capital asset or short term capital asset. ക്ലിയർ ആണോ? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിനും ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഷോർട്ട് ടൈം സെക്യൂരിറ്റി ലിസ്റ്റഡ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇക്വിറ്റി ഓറിയന്റഡ് യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഓർ UTI, ദെൻ സീറോ കൂപ്പൺ ബോണ്ട്. ഇത് 3 ആണെങ്കിൽ അത് 1 വർഷം വരെ കൈവശം വയ്ക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ആണ്. 1 വർഷത്തിൽ കൂടുതൽ കൈവശം വയ്ക്കുകയാണെങ്കിൽ അത് ലോങ് ടൈം ആണ്. ദെൻ അൺലിസ്റ്റഡ് ഷെയർസോ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്, ഈ 2 ഐറ്റംസും ആണെങ്കിൽ 2 വർഷം കൈവശം വയ്ക്കുകയാണെങ്കിൽ 2 വർഷം വരെ അത് ഷോർട്ട് ടൈമും, 2 വർഷത്തിൽ കൂടുതൽ കൈവശം വയ്ക്കുകയാണെങ്കിൽ അത് ലോങ് ടൈമുമാണ്. ദെൻ യൂണിറ്റ്സ് ഓഫ് ഡെറ്റ് ഓറിയന്റഡ് ഫണ്ട്, അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ്, ആൻഡ് ഫൈനലി എനി അതർ അസറ്റ്. ഇതിന് വരുന്നത് 3 വർഷം ടൈം പീരീഡ് ആണ്. 3 വർഷം വരെ ഷോർട്ട് ടൈമും 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ ലോങ് ടൈമും ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ അതിന്റെ ബേസിൽ നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ കേസ് ആണെങ്കിൽ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഓക്കെ.
സെയിൽസ് വാല്യൂ എത്രയാണോ നമ്മൾ വിറ്റപ്പോൾ കിട്ടിയത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ ക്യാപിറ്റൽ അസറ്റ് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് 1,00,000 രൂപയാണ്. സോ നമുക്ക് നമ്മളുടെ ഇവിടുത്തെ വാല്യൂ ആയിട്ട് നെറ്റ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ 1 lakh എഴുതാം. സോ ഈ 1 lakhുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ബ്രോക്കറേജ് വന്നിട്ടുണ്ട്. ബ്രോക്കറേജ് എന്ന് പറയുന്നത് 2,000 ആണ്. ആ 2,000 നമുക്ക് ഡിഡക്ട് ചെയ്യാം. ബിക്കോസ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വിച്ച് ഇസ് എക്സ്ക്ലൂസീവ്ലി റിലേറ്റഡ് ടു ദാറ്റ് ട്രാൻസ്ഫർ. ആ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെയായിരിക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഡിഡക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ. ദാറ്റ് വിൽ ബി 98,000 ഇൻ ദിസ് കേസ്. 98,000 കിട്ടി. ദെൻ അതിൽ നിന്നും നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്ന 2 ഐറ്റംസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഈ അസറ്റ് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന വില എന്ന് പറയുന്നത് 60,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ദെൻ അതിനകത്ത് ഞാൻ ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പ്രോപ്പർട്ടി ലാൻഡ് ആണെന്ന് വിചാരിക്കാം. ലാൻഡിനകത്ത് ഞാൻ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. ലൈക്ക് എക്സാമ്പിൾ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിനകത്ത് ഒരു പുതിയ റൂം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്രൂവ്മെന്റ് ആയി. ആ ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട് എനിക്ക് 20,000 rupees അഡീഷണൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കോസ്റ്റ് ഓഫ് അക്വിസിഷനും എനിക്ക് ഡിഡക്ട് ചെയ്യാം. ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ, സോ ഇതിന്റെ ടോട്ടൽ 80,000 ആയി. 98,000 നിന്ന് 80,000 കുറയ്ക്കുന്നു, ബാക്കി 18,000. ഈ 18,000 ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും നമുക്ക് ഡിഡക്ഷൻസ്, എക്സെപ്ഷൻസ് അലോ ചെയ്യാം. ആ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 54B പ്രകാരവും 54D പ്രകാരമുള്ള 2 എക്സെപ്ഷൻസ് ആണ്. ആ എക്സെപ്ഷൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സോ ഇങ്ങനെയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ചെയ്തത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ സെയിൽസ് വാല്യൂ നോക്കി. അതിൽ നിന്നും എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി വരുന്നുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്തു. അതിൽ നിന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും നമുക്ക് ഡയറക്ട്ലി കുറയ്ക്കാം. ഇഫ് ഇറ്റ് ഈസ് ഷോർട്ട് ടൈം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡയറക്ട്ലി കുറയ്ക്കാവുന്നത്. ലോങ് ടൈം ആണെങ്കിൽ നമ്മൾ CII കണ്ടുപിടിക്കേണ്ടി വരും. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ചിട്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. സോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ മെത്തേഡ് സെയിം ആണ്. മെത്തേഡിൽ യാതൊരു മാറ്റവും വരുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, ട്രാൻസ്ഫറിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ തുടങ്ങി. അവിടെ നിന്നും എക്സ്പെൻസസ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് ദിസ് ട്രാൻസ്ഫർ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ 1 lakh എഴുതുന്നു. ഓക്കെ, 1 lakh എഴുതുന്നു. ദെൻ അതിൽ നിന്നും എക്സ്പെൻസ് എനിക്ക് വന്നിട്ടുള്ളത് 2,000 രൂപയാണ്. സെയിം തിങ്. ഓക്കെ, അതിൽ നിന്നും നെക്സ്റ്റ് സെയിൽ കൺസിഡറേഷൻ നമുക്ക് 98,000 കിട്ടി. ഇനിയാണ് ചേഞ്ച് വരുന്നത്. ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ പറഞ്ഞതിന് പകരം ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ അസറ്റ് പ്രൊക്യൂർ ചെയ്യുന്നത് ലോങ് ടൈം നേച്ചറിലാണ്. അതായത് ലാൻഡും ബിൽഡിങ്ങും അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അസറ്റ് ആണ് പ്രൊക്യൂർ ചെയ്തെങ്കിൽ 3 വർഷമാണ് ടൈം പീരീഡ്. 3 വർഷത്തിൽ കൂടുതൽ നമ്മൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണ്? 3 വർഷം മുമ്പുണ്ടായിരുന്ന കറൻസിയുടെ വാല്യൂ അല്ല ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതേപോലെ 4 വർഷം മുമ്പുണ്ടായിരുന്ന കറൻസിന്റെ അതേ വാല്യൂ അല്ല നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഈ കറൻസിക്ക് ഇന്നത്തെ വിലയ്ക്ക് അല്ലെങ്കിൽ അന്ന് അക്യൂർ ചെയ്ത വിലയെ ഇന്നത്തെ വിലയിലേക്ക് കൺവെർട്ട് ചെയ്യും. അന്ന് അക്യൂർ ചെയ്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 2,000 രൂപയാണെങ്കിൽ ഇന്ന് ആ 2,000 രൂപയ്ക്ക് എത്ര മൂല്യമുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടിയാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൽ കൃത്യമായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ബേസ്ഡ് ഓൺ എ ബേസ് ഇയർ വെച്ചിട്ട് ഓരോ വർഷം കഴിയുമ്പോഴും എത്രമാത്രം പെർസെൻറ്റേജ് കൂടുന്നുണ്ട്, ഇൻഫ്ലേഷന്റെ ഗ്രോത്ത് എത്ര മാത്രമാണ് എന്ന് അസസ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് CII, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കോസ്റ്റ് എത്ര രൂപയ്ക്കാണ് ഇത് അക്യൂർ ചെയ്തത് ആ വാല്യൂവിനെ ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അക്വിസിഷൻ വാല്യൂ എന്ന് പറയുന്നത് അന്ന് 60,000 ആയിരുന്നു. അന്ന് അക്യൂർ ചെയ്തപ്പോൾ 60,000 ആയിരുന്നു. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണ്. ടേബിൾ പ്രകാരം കൃത്യമായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഞാൻ വെറുതെ അസ്യൂം ചെയ്തിട്ട് പറയാണ് 1,200 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ബേസ് ഇയർ 2001-2 ആണ് ഇപ്പോഴത്തെ ബേസ് ഇയർ. 2001-2 ഉള്ള വാല്യൂ എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. സോ അല്ലെങ്കിൽ ഇത് പ്രൊക്യൂർ ചെയ്ത, ലെറ്റ് മീ റിപ്പീറ്റ് 1 second. So
സോ നമ്മൾ എഴുതിയിരിക്കുന്നത് കോസ്റ്റ് ഓഫ് അക്യൂസിഷന്റെ കേസാണ്. കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ 60,000 രൂപ. ഓക്കെ, ദെൻ ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ ചെയ്ത വർഷത്തെ CIA. ട്രാൻസ്ഫർ ചെയ്ത വർഷത്തെ CIA ഞാൻ 1,200 ആയിട്ട് ചിന്തിക്കുന്നു. ദെൻ ഈ അസറ്റ് അക്യൂർ ചെയ്ത വർഷം എന്നാണോ നമ്മൾ ഈ അസറ്റ് മേടിച്ചത്, മേടിച്ച വർഷത്തെ CIA കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. മേടിച്ച വർഷത്തെ CIA എന്ന് പറയുന്നത് ഒരു 500 ആണെങ്കിൽ, ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 60,000 ഇൻറ്റു ഈ വർഷത്തെ CIA ഡിവൈഡ് ബൈ അക്യൂസിഷൻ ടൈമിലെ CIA ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നത്. ബൈ ദാറ്റ് അന്നത്തെ വാല്യൂവിനെ നമ്മൾ ഇന്നത്തെ വാല്യൂ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതേ രീതിയിൽ തന്നെ ഇംപ്രൂവ്മെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് നടത്തിയ വർഷത്തെ വാല്യൂവിനെ നമ്മൾ ഇന്നത്തെ വാല്യൂവിലേക്ക് മാറ്റണം. അഗെയിൻ നമ്മൾ ചെയ്യുന്നത് സെയിം വേയിലാണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എത്രയാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നോക്കുന്നു. നേരത്തെ എക്സാമ്പിളിലാണെങ്കിൽ 20,000 ആയിരുന്നു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ദെൻ ഈ വർഷത്തെ ട്രാൻസ്ഫർ ചെയ്ത വർഷത്തെ CIA വാല്യൂ അത് നമ്മളിവിടെ എഴുതിയത് തന്നെ 1,200. ദെൻ ഇംപ്രൂവ്മെന്റ് നമ്മൾ വരുത്തിയത് സെയിം ഇയറിലായിരിക്കണം നിർബന്ധമില്ല. ഇംപ്രൂവ്മെന്റ് നടത്തിയിരിക്കുന്നത് മറ്റൊരു വർഷമായിരിക്കും. സോ മേടിച്ച വർഷത്തെ CIA 500 ആയിരുന്നു. ഇംപ്രൂവ്മെന്റ് നടത്തിയ വർഷത്തെ CIA എന്ന് പറയുന്നത് 700 ആണ് എന്ന് അസ്യൂം ചെയ്യും. സോ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 20,000 ഇൻറ്റു 1,200 ഡിവൈഡ് ബൈ 700 നമുക്കൊരു ഫിഗർ കിട്ടും. ഓക്കെ, ഈ രണ്ട് എമൗണ്ടും ഒറിജിനൽ ഫിഗറിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. അതായത് നെറ്റ് സെയിൽ കൺസിഡറേഷനിൽ നിന്നും ഈ രണ്ട് എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും നമുക്ക് ഡിഫറെന്റ് ഡിഡക്ഷൻസ് അലോ ചെയ്യാൻ പറ്റും, എക്സംഷൻസ് അലോ ചെയ്യാൻ പറ്റും. അത് 54, 54B, 54D, 54EC, EE ആൻഡ് F ഇത്രയും ഡിഡക്ഷൻസ് ആണ് വരുന്നത്. ആ ഡിഡക്ഷൻസിൽ ഏതൊക്കെയാണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് നോക്കുക. ആ ഡിഡക്ഷൻസ് നമുക്ക് അലോ ചെയ്യാം. അതിനുശേഷം ഫൈനൽ എമൗണ്ടിലേക്ക് എത്താം. ഫൈനൽ എമൗണ്ട് ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടോ? ഷോർട്ട് ടൈമിൽ ഡിഡക്ഷൻ വരുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ആണ്. ലോങ് ടൈം ആവുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ആവുന്നു. അത്രയും മാത്രമേ ഡിഫറൻസസ് ഉള്ളൂ. ഇൻഡെക്സ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. നമുക്കിവിടെ പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ല. ഇൻകം ടാക്സിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുമില്ല. ചില സീലിംഗ്സും ചില സീലിംഗ് റേറ്റ്സും മാത്രമാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് ടാക്സ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെയും ട്രീറ്റ്മെന്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. അത് ടാക്സ് എടുക്കുമ്പോഴും അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ വരും. ടാക്സ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടും അതേ രീതിയിലുള്ള ഒരു ഇംപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ ഫേസ് ചെയ്യും. സോ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ഇതാണ്. അൺലിസ്റ്റഡ് ഷെയർസ് സെക്യൂരിറ്റീസ് unlisted securities or shares of a closely held company. ഓക്കെ, ക്ലോസ്ലി ഹെൽഡ് കമ്പനിയുടെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസോ സെക്യൂരിറ്റീസോ ആണെങ്കിൽ അതിനകത്ത് വരുന്ന റേറ്റ്, അതിനകത്ത് രണ്ട് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഈ പറയുന്ന കാറ്റഗറി ചോദിച്ച് കാണാറില്ല. എനിവേ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ക്ലോസ്ലി ഹെൽഡ് കമ്പനിയുടെ ഷെയർസോ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസോ ആണെങ്കിൽ അതിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ കമ്പനി അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് 10% ആണ്. ഓക്കെ, ദെൻ ബാക്കി ഏതൊരു അസസി ആണെങ്കിലും 20% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. ഓക്കെ, ഫോറിൻ കമ്പനിക്കോ നോൺ റെസിഡന്റ് ആയിട്ടുള്ള എൻറ്റിറ്റിക്കോ ആണെങ്കിൽ 10%, ബാക്കിയുള്ള അസസീസിന് 20% ആണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് ക്ലോസ്ലി ഹെൽഡ് കമ്പനീസ്. രണ്ടാമതായിട്ട് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ എ യൂണിറ്റ് ഓർ എ സീറോ കൂപ്പൺ ബോണ്ട്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസോ അങ്ങനെയുള്ള ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ട് ആണെങ്കിൽ അതിനകത്ത് 10% വരുന്നു വിത്തൗട്ട് ദി ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ. ഇൻഡെക്സേഷൻ ചെയ്യാതെയാണെങ്കിൽ 10%, ഇൻഡെക്സേഷൻ ചെയ്തിട്ടാണെങ്കിൽ 20%. അതിൽ ഏതാണോ അസസിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇൻഡെക്സേഷൻ ചെയ്യാതെ 10% എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു, ഇൻഡെക്സേഷൻ ചെയ്തുകൊണ്ട് 20% കണ്ടുപിടിക്കുന്നു. ഇതിൽ ഏതാണ് അസസിക്ക് യൂസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് കുറവ് അതായിരിക്കും ടാക്സ് ആയിട്ട് ഇംപ്ലേ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി മറ്റ് ഏത് അസറ്റ് ആയാലും 20% ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് ലയബിലിറ്റി. ഓക്കെ,
സോ ഇവിടെ ഓർക്കേണ്ടത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ നോർമൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 20% ആണ്. അതിനകത്ത് വരുന്ന 2 എക്സംഷൻസ് മാത്രമാണ് പറഞ്ഞത്. ഒന്നാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അത് ഫോറിൻ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ആണെങ്കിൽ 10%, ഇന്ത്യൻ ആണെങ്കിൽ 20%. ആൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, സീറോ കൂപ്പൺ ബോണ്ട് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ ഇൻഡെക്സേഷൻ ഇല്ലാതെ 10% കണ്ടുപിടിക്കുക, ഇൻഡെക്സേഷനോട് കൂടി 20% കണ്ടുപിടിക്കുക. ഇതിൽ ഏതാണ് ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് അതേ രീതിയിലായിരിക്കും ട്രീറ്റ്മെന്റ് വരുന്നത്. വിച്ച് ഓർ ഈസ് ലോവർ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഒരു തവണ ഒന്ന് വായിച്ചേക്കണം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓർ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സ്, ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസോ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സോ ആണെങ്കിൽ 15% എന്ന് പറയുന്ന റേറ്റ് ആണ് വരിക. ഓക്കെ, ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ഫ്രം എ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ഇൻ ഫോറിൻ കറൻസി. സോ ഫോറിൻ കറൻസിയിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനകത്ത് 15% ആണ് വരിക. സോ ഇവിടെ 2 എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ 15% എന്ന് പറയുന്നത്. ഒന്നാമത്തത് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസോ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടോ, അതിനകത്ത് STT എന്ന് പറഞ്ഞാൽ എന്താ പറയാവോ? വാട്ട് ഈസ് STT? എന്താണ് STT? സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. വെരി ഗുഡ്. സോ ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് നോർമലി കമ്പനി പേ ചെയ്യുന്നതാണ്. ഈ എമൗണ്ട് ഒരു ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കമ്പനി പേ ചെയ്യുന്നതാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. സോ ഈ ലിസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കമ്പനി ഓൾറെഡി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. ഇൻ ദാറ്റ് കേസ് കമ്പനി ഓൾറെഡി പേ ചെയ്തു, വീണ്ടും അതിന്റെ ബെനിഫിഷ്യറി കൂടി പേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു എക്സ്ട്രാ ബർഡൻ ആണ് ഇൻഡിവിജ്വലിലേക്ക് വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുള്ള ഷെയർസ് ആണെങ്കിൽ അതിനകത്തൊരു ലോവർ റേറ്റ്, അതായത് 15% എന്നുള്ള സീലിംഗ് ആണ് വരിക. അതർവൈസ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്യുന്നതാണെങ്കിൽ 15%. അതർവൈസ് നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 5 ഹെഡ്സ് എഴുതുമ്പോൾ ഈ എമൗണ്ട് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യും. അല്ലാതെ 15% എന്നുള്ള റേറ്റ് ഒന്നും കൂട്ടുന്നില്ല. 5 ഹെഡ്സിനകത്ത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ സെപ്പറേറ്റ്ലി കൂട്ടുന്നു. പക്ഷേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. മനസ്സിലായോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തന്നില്ലേ? ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ 5 ഹെഡ്സ് നമ്മളിവിടെ എഴുതുന്നു. അത് എഴുതുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ കേസ് ഇതാണ്. ക്യാപിറ്റൽ ഗെയിനകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ഇവിടെ എഴുതിയാലും ടോട്ടൽ ആഡ് ചെയ്യാൻ പാടില്ല. ടോട്ടൽ ആഡ് ചെയ്ത് ടാക്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് നമ്മൾ സെപ്പറേറ്റ്ലിയാണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ ആഡ് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ടോട്ടൽ ആഡ് ചെയ്ത് ടാക്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിനുശേഷം ടോട്ടൽ ഇൻകം കിട്ടി. ഈ ടോട്ടൽ ഇൻകത്തിന്മേലാണ് നമ്മൾ ടാക്സ് കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടോട്ടൽ ഇൻകത്തിന്മേൽ ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാത്രം നമ്മൾ മാറ്റും. ഓക്കെ, മാറ്റി വേറെ വെച്ചതിന് ശേഷം അതിനകത്ത് സെപ്പറേറ്റ്ലി 20% ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ടിൽ നമ്മളുടെ ആ സീലിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിവിജ്വൽ ആരാണെന്ന് നോക്കി, ഇൻഡിവിജ്വൽ ഒരു ഓർഡിനറി ഇൻഡിവിജ്വൽ ആണെങ്കിൽ 2,50,000 വരെ ഇല്ലെന്നുള്ളത് ആ സീലിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് സ്പെസിഫിക് റേറ്റ് ആണ്. അതാണ് 20% നമ്മൾ പറഞ്ഞത്. ചില കേസുകളിൽ 10% നമ്മൾ പറഞ്ഞത്. അത് ആ ഐറ്റം ഏതാണോ ഐറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. വെറസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാറ്റണം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ ഒരു എക്സംഷൻ ഉള്ളത് ഇതിന്റെ കേസിലാണ്. ഇതിൽ ഓർക്കേണ്ടത് ഫസ്റ്റ് വൺ മാത്രമാണ്. രണ്ടാമത്തെ കേസ് ഫോറിൻ കറൻസിയിൽ ഒന്നും ചോദിക്കാറേ ഇല്ല. നമ്മൾ ഓർക്കേണ്ടത് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിൽ STT ഓൾറെഡി പേ ചെയ്തതാണെങ്കിൽ നോർമൽ റേറ്റ്സ് അല്ല ആപ്ലിക്കബിൾ ആകുന്നത്. ഇവിടെ 15% മാത്രമായിരിക്കും ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, മനസ്സിലായോ?
മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കൂ കേട്ടോ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് റേറ്റിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് നോർമൽ റേറ്റ് ആണ്. അതായത് നമ്മൾ സാലറി ഒക്കെ കമ്പ്യൂട്ട് ചെയ്യില്ലേ, സാലറി ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത് പോലെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നു, അതിനകത്ത് എത്രയാണോ പെർസെൻറ്റേജ് ആ ടോട്ടലിൽ നിന്ന് നമ്മൾ ചെയ്യുന്നു. വേറെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെങ്കിൽ, ആ 2 സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ലിസ്റ്റഡ് ഷെയർസിന്റെ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തതാണെങ്കിൽ അതിന് നോർമൽ റേറ്റ്സ് ടാക്സ് പേ ചെയ്യേണ്ട, 15% മാത്രം ചെയ്താൽ മതി. സോ കമ്പ്യൂട്ടേഷന്റെ ടൈമിൽ, അതായത് നമ്മൾ സാധാരണ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാ, നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടി, ആ ടോട്ടൽ ഇൻകത്തിൽ നിന്നും സീലിംഗ് നോക്കുന്നു. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വലിന്റെ സീലിംഗ് എങ്ങനെയാ, 2,50,000 വരെ നീൽ, 2,50,000 to 5 lakh വരെ 5%. ആ സ്കെയിൽ, ആ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ നോർമലി കണ്ടുപിടിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഐറ്റം അതിനകത്തുണ്ടെങ്കിൽ, അതായത് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിന്റെയോ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സിന്റെയോ ബേസിൽ ഒരു ഇൻകം ആ ഇൻഡിവിജ്വലിന് കിട്ടിയിട്ടുണ്ട്, ഫോർ വിച്ച് STT ഹാസ് ഓൾറെഡി ബീൻ പെയ്ഡ്, അങ്ങനെയുള്ള ഒരു ഐറ്റം ആ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഐറ്റത്തെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ആദ്യം കുറയ്ക്കുക, ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മാറ്റിയിട്ട് സെപ്പറേറ്റ് വെക്കുക. STT പേ ചെയ്തിട്ടുള്ള ഐറ്റം സെപ്പറേറ്റ് വെച്ചു. അതേപോലെ ഇതിനകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതും സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ടിൽ മേൽ മാത്രമായിരിക്കും സീലിംഗ് വെച്ചിട്ട് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. വേറെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 20% വെച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ഷോർട്ട് ടൈം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്ത ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഷെയർസ്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഐറ്റത്തിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റ് 15% മാത്രമാണ്, 20 അല്ല, 15% എടുക്കുക. ആ 15% കറക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, സോ ഈ 2 കേസിലും സെപ്പറേറ്റ്ലി എടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മൂവിങ് ഓൺ. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻ കേസ് ഓഫ് സർട്ടൻ അസറ്റ്സ്. ചില സ്പെസിഫിക് അസറ്റ്സിന്റെ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ വാല്യൂവിൽ ചില വേരിയേഷൻസ് വരും. ഓക്കെ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഒറിജിനലി അക്വയർ ചെയ്യുന്ന കോസ്റ്റ് ആണ്. ഈവൻ ദോ ചില കേസുകളിൽ ആ ഒറിജിനലി അക്വയർ ചെയ്യുന്ന കോസ്റ്റിൽ ചില വേരിയേഷൻസ് വരുത്തേണ്ടി വരും. അതിൽ ഒന്നാമത്തെ ഐറ്റമാണ് ഗുഡ് വിൽ ഓഫ് എ ബിസിനസ്, ട്രേഡ് മാർക്ക് ഓർ ബ്രാൻഡ് നെയിം. ബ്രാൻഡ് നെയിം, ഗുഡ് വിൽ, അതേപോലുള്ള എന്തെങ്കിലും ഐറ്റം അസോസിയേറ്റഡ് വിത്ത് എ ബിസിനസ്. റൈറ്റ് ടു മാനുഫാക്ചർ, പ്രൊഡ്യൂസ് ഓർ പ്രോസസ് എനി ആർട്ടിക്കിൾ ഓർ തിങ്. റൈറ്റ് മേ ക്യാരി ഓൺ എനി ബിസിനസ് ഓർ പ്രൊഫഷൻ. Tenancy right, stage carriage permit or loom aways. സോ ഇതെല്ലാം നമ്മളുടെ റൈറ്റ് ആണ്. ലൈക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പോലെ തന്നെ അഡീഷണൽ റൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ റൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റൈറ്റുകൾ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അതും ക്യാപിറ്റൽ ഗെയിൻ ആണല്ലോ. ആ ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ there are some differences. ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കാൻ വേണ്ടി, ബിക്കോസ് നമ്മളുടെ ഗുഡ് വില്ലിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ പാടാണ്. അതുകൊണ്ട് സെൽഫ് ജനറേറ്റഡ് ആണെങ്കിൽ, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ, സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള ഗുഡ് വിൽ ആണ്, ട്രേഡ് മാർക്കാണ്, ബ്രാൻഡ് നെയിം ആണ്, ഓർ എനി അതർ തിങ് ലൈക്ക് ദിസ്. അതാണെങ്കിൽ സെൽഫ് ജനറേറ്റഡ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. അതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല, നമുക്ക് ഒരേ എമൗണ്ട് ഡെറ്റ് ചെയ്യാൻ സാധിക്കില്ല. വേറെ അക്വയർഡ് ആണെങ്കിൽ പ്രീവിയസ് ഓണറുടെ കയ്യിൽ നിന്ന്, മറ്റൊരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നമുക്ക് ഗുഡ് വിൽ മേടിക്കാം, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ് മേടിക്കാം. ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിൽ നമ്മൾ ഇതിന്റെ എമൗണ്ട് പോയിട്ടുണ്ട്, ആ എമൗണ്ട് ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, സോ പർച്ചേസ് പ്രൈസ് ഇസ് ഡിഡക്റ്റബിൾ. അതിനെയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. മനസ്സിലായോ? ഫസ്റ്റ് വൺ, let me repeat, goodwill of the business, trademark, brand name പോലുള്ള ഐറ്റംസ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇൻ ദാറ്റ് കേസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് ഡയറക്ട്ലി കമ്പ്യൂട്ട് ചെയ്യാൻ പാടില്ല. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുമ്പോൾ സെൽഫ് അക്വയർഡ് ആണെങ്കിൽ, സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള ഗുഡ് വിൽ ആണ്, സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് മാർക്ക് ആണ്. നമ്മളുടെ കമ്പനിയുടെ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനുള്ള അധികാരം നമ്മൾ മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുകയാണ്. സോ ഇതിനകത്ത് നമുക്ക് ഒരു എക്സ്പെൻസും വരുന്നില്ല.
ഇൻ റിയാലിറ്റി. അതുകൊണ്ട് തന്നെ ഒരു എമൗണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കില്ല. വേറാസ് നമ്മൾ ഈ റൈറ്റ്സ് മറ്റൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണെങ്കിൽ, ഓക്കെ, നമ്മൾ വേറൊരു പാർട്ടിയുടെ നിന്ന് മേടിച്ചതാണ്, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കോസ്റ്റ് വന്നിട്ടുണ്ട്, ആ കോസ്റ്റ് ഡിഡക്റ്റബിൾ ആണ്, അതാണ് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അതായിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അടുത്ത ഐറ്റം ബോണസ് ഷെയർസ് ആണെങ്കിൽ, ബോണസ് ഷെയർസിന്റെ കേസിൽ നോക്കേണ്ടത് ഈ നമ്മളുടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2001-2 ആണ്. ഓക്കെ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് ബേസ് ഇയർ ഇപ്പോഴത്തെ 2001-2 ആണ്. അത് മാറ്റിയിട്ട് 3 വർഷമേ ആവുന്നുള്ളൂ. മുമ്പ് അത് 88-89 ആയിരുന്നു. അത് മാറി ഇപ്പൊ 2001-2 ആണ്. സോ ഈ 2001-2 എന്ന് പറയുന്ന ടൈം പീരീഡിന് ശേഷം അക്യൂർ ചെയ്തതാണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ഏപ്രിൽ 2001-ന് ശേഷമാണ് അക്യൂർ ചെയ്തത് ബോണസ് ഷെയർസ് എങ്കിൽ അതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒന്നും തന്നെ അലോ ചെയ്യില്ല. അതിന് മുമ്പ് അക്യൂർ ചെയ്തതാണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അലോ ചെയ്യും. ഓക്കെ, ദെൻ റൈറ്റ് ഷെയർസ് ആണെങ്കിൽ, വാട്ട് യു മീൻ ബൈ റൈറ്റ് ഷെയർസ്? റൈറ്റ് ഷെയർസ് പെട്ടെന്ന് പറയും. എംപ്ലോയീസിന് കിട്ടുന്ന ഷെയർസ്, റൈറ്റ്, അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എംപ്ലോയീസിനാണോ? ഒരു പരിധി വരെ അതെ, ശരിയാണ്. അവർക്ക് മേടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് റൈറ്റ് ഷെയർസ് വഴി കൊടുക്കുന്നത്. ആൻഡ് എംപ്ലോയീസിന്റെ എഫേർട്ടിന് വേണ്ടി കൊടുക്കുന്നത് സെക്യൂരിറ്റിയാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് റൈറ്റ് ഷെയർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവരുടെ വേർപ്പിന്റെ വില എന്നുള്ള രീതിയിലാണ് അഡീഷണലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ റൈറ്റ് ഷെയർസ് ആണെങ്കിൽ അവിടെ ഒറിജിനൽ ഷെയർസ് ഫ്രം വിച്ച് ഫോം ദി ബേസിസ് ഫോർ എൻറ്റൈറ്റിൽമെന്റ്സ് ഓഫ് റൈറ്റ് ഷെയർസ്, ഒറിജിനൽ ഷെയർസ് നിന്നും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് റൈറ്റ് ഷെയർസ് എങ്കിൽ എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ഫോർ അക്യൂറിംഗ് ഒറിജിനൽ ഷെയർസ് ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, എത്ര രൂപ കൊടുത്തുകൊണ്ടാണോ നിങ്ങൾ ആ ഒറിജിനൽ ഷെയർസ് മേടിക്കുന്നത് അത് നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാം. രണ്ടാമതായിട്ട് റൈറ്റ് ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദി അസസി, അതായത് അഡീഷണൽ ഷെയർസ് നമ്മൾ മേടിച്ചതാണെങ്കിൽ റൈറ്റ് ഷെയർസിന് എത്ര രൂപയാണോ നമ്മൾ സ്പെൻഡ് ചെയ്തത് അത് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ റൈറ്റ്സ് എൻറ്റൈറ്റിൽമെന്റ്, നമുക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ റൈറ്റ് നമ്മൾ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇൻ ദാറ്റ് കേസ് നമ്മൾ ആ ഐറ്റം മേടിക്കുന്നില്ല, റൈറ്റ് എൻറ്റൈറ്റിൽമെന്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇൻ ദാറ്റ് കേസ് അതിനകത്ത് നമുക്ക് വാല്യൂ ഒന്നും വരുന്നില്ല, ഒരു എമൗണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നമ്മുടെ ഇതിൽ എമൗണ്ട് സ്പെൻഡ് ആയിട്ടില്ല, അതുകൊണ്ട് ഒരു ബെനിഫിറ്റും നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ദെൻ റൈറ്റ് ഷെയർസ് വിച്ച് ആർ പർച്ചേസ്ഡ് ബൈ ദി പേഴ്സൺ ഇൻ ഫേവർ ഓഫ് ദി അസസി ഹാസ് റിനൗൺസ്ഡ് ദി റൈറ്റ്സ് എൻറ്റൈറ്റിൽമെന്റ്. നമ്മളുടെ മേടിച്ച ആ ഒരു റൈറ്റ് ഷെയർസ് നമ്മൾ മേടിക്കുന്ന മറ്റൊരു ഇൻഡിവിജ്വലിന്റെ പേരിലാണ്. ആൻഡ് അതിനുശേഷം ഈ പറയുന്ന അസറ്റിലുള്ള അവകാശം മൊത്തമായിട്ട് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു. അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസ് പെയ്ഡ് ബൈ ദി റിനൗൺസർ ഓഫ് റൈറ്റ്സ് എൻറ്റൈറ്റിൽമെന്റ് ആസ് വെൽ ആസ് ദി എമൗണ്ട് പെയ്ഡ് ടു ദി കമ്പനി വിച്ച് ഹാസ് അലോട്ടഡ് ദി റൈറ്റ് ഷെയർസ്. സോ എത്ര രൂപയാണ് നമുക്ക് വേണ്ടി നമ്മൾ മേടിച്ചതിന് ശേഷം മറ്റൊരാൾക്ക് വിൽക്കുന്ന പോലത്തെ സിറ്റുവേഷൻ ആണ് വരുന്നത്. റിനൗൺസ് ചെയ്യുന്നത് നമ്മളുടെ അവകാശമായിരുന്നു, അത് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ മേടിച്ച് കൊടുക്കുകയാണ്. സോ ദാറ്റ് ആ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എത്ര രൂപയൊക്കെ മേടിച്ചിട്ടുണ്ടോ അതെല്ലാം ആഡ് ചെയ്യണം. സോ ആ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് പ്രൈസ് മേടിക്കുന്നു, കമ്പനിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് മേടിക്കുന്നു, ഒരു ബെനിഫിറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടാവും, അതേപോലെ കമ്പനിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് മേടിച്ചിട്ടുണ്ടാവും, ലൈക്ക് എ പ്രോഫിറ്റ്. സോ ഈ രണ്ട് എമൗണ്ടും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും റൈറ്റ് ഷെയറിന്റെ വാല്യൂ എടുക്കുന്നത്. സോ റൈറ്റ് ഷെയർ എടുത്തു കഴിഞ്ഞാൽ 4 കണ്ടീഷൻസ് ഓർക്കുക. ഒന്നാമതായിട്ട് ഒറിജിനൽ ഷെയർസിന്റെ വാല്യൂ നമ്മൾ എത്ര രൂപയാണോ മുടക്കിയിട്ടുള്ളത് അത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ഡിഡക്ട് ചെയ്യാം. ദെൻ റൈറ്റ് ഷെയർസിന്റെ വാല്യൂ ആണെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ഫോർ അക്യൂറിംഗ് റൈറ്റ് ഷെയർസ് മേടിക്കാൻ വേണ്ടി നമ്മൾ എത്ര രൂപയാണോ പേ ചെയ്തത് അത് ഡിഡക്ട് ചെയ്യാം. മൂന്നാമതായിട്ട് റൈറ്റ് എൻറ്റൈറ്റിൽമെന്റ് ആണെങ്കിൽ എൻറ്റൈറ്റിൽമെന്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൈറ്റ് ആയിരുന്നു, നമ്മളത് മറ്റൊരു പാർട്ടിക്ക് വേണ്ടി കൊടുക്കുവാണ്, നമ്മൾ മേടിക്കുന്നില്ല. ദാറ്റ് സിറ്റുവേഷൻ നമുക്കൊരു എമൗണ്ട് ഡിഡക്ട് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമതായിട്ട് റൈറ്റ് ഷെയർസ് വിച്ച് ആർ പർച്ചേസ്ഡ് ബൈ ദി പേഴ്സൺ ഇൻ ഫേവർ ഓഫ് ദി അസസി ഹാസ് റിനൗൺസ്ഡ് ദി റൈറ്റ് എൻറ്റൈറ്റിൽമെന്റ്. നമ്മൾക്ക് വേണ്ടി നമ്മളുടെ പേരിൽ ഒരു ഇൻഡിവിജ്വൽ മേടിക്കുന്നു, നമ്മളുടെ പേരിൽ അസസിയുടെ പേരിൽ മറ്റൊരു ഇൻഡിവിജ്വൽ മേടിക്കുന്നു, അതിനുശേഷം അസസിക്ക് ആ റൈറ്റ് വേണ്ട എന്ന് വെക്കുന്നു.
ഓക്കെ, ദാറ്റ് കേസ് എത്ര രൂപയാണോ ആ ഇൻഡിവിജ്വൽ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത് അത് മൊത്തം നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ജസ്റ്റ് ഒരു ബേസിക് കിട്ടിയാൽ മതി. ഒന്ന് വായിച്ചേക്ക്, അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. സോ റൈറ്റ് ഷെയർ ബേസിക് കൺസെപ്റ്റുകൾ മാത്രം അറിഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചിരുന്നാൽ മതി. ദാറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് റെലവൻറ്റ്, ദാറ്റ്സ് വൈ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കേസ് പറയുകയാണെങ്കിൽ ഗുഡ് വിൽ ഓൺ ബിസിനസ്, റൈറ്റ് ടു മാനുഫാക്ചർ, അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് അലോ ചെയ്യില്ല. ദെൻ ക്യാപിറ്റൽ അസറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ 2001 ബേസ് ഇയറിന് ശേഷമാണ് അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് അലോ ചെയ്യുന്നത്. അതിനു മുമ്പ് അക്യൂർ ചെയ്ത ഓരോ അസറ്റിക്കും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 54 പ്രകാരമുള്ള എക്സെപ്ഷൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെയുള്ള ഏരിയയിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവാതിരുന്നത് ഒന്ന് പറയാമോ? ഏതൊക്കെ ടോപ്പിക്സ് ആണ് ക്ലിയർ ആവാതിരുന്നത്? ഓക്കെ, ഒരു തവണ കൂടി ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ PPT ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു തവണ കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കണം കേട്ടോ. സോ മൂവിങ് ഓൺ, ലാസ്റ്റ് ടോപ്പിക് എക്സെപ്ഷൻസ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും 54 തൊട്ട് 54F വരെയുള്ള എക്സെപ്ഷൻസ്. ഇത് ഓരോന്നിൽ നിന്നും ഏതെങ്കിലുമൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അതുകൊണ്ട് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സെഷൻ 54 എന്ന് പറയുന്നത് സെപ്പറേറ്റ് സെഷനാണ്. 54B എന്ന് പറയുന്നത് മറ്റൊരു സെഷനാണ്. അങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ. സോ 54 പ്രകാരം എക്സെപ്ഷൻ അലോ ചെയ്യുന്നത് ഇൻഡിവിജ്വലിനും HUFനുമാണ്. കമ്പനിക്ക് മറ്റ് അസസീസിനും അലൗഡ് അല്ല. സോ ഇൻഡിവിജ്വൽസിനും HUFനും മാത്രമുള്ള സെഷൻസ് എന്ന് പറയുന്നത് 54ഉം 54Bയുമാണ്. ബാക്കിയുള്ള എല്ലാ സെഷൻസും ബാക്കിയുള്ള എല്ലാ എക്സെപ്ഷൻസും എല്ലാ അസസിക്കും അലൗബിൾ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ 54 ആണെങ്കിൽ 54 മാത്രം ചിന്തിക്കുക. 54 ആണെങ്കിൽ റെസിഡൻഷ്യൽ ഹൗസ് നമ്മൾ വിറ്റതിന് ശേഷം മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് നമ്മൾ മേടിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ താമസത്തിന് വേണ്ടി ഒരു ഹൗസ് മേടിക്കുന്നു. നമ്മളുടെ പഴയ വീട് വിറ്റിട്ട് പുതിയ വീട് മേടിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ആ പുതിയ വീടിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടിയ ഗെയിനിൽ നിന്നും കുറയ്ക്കാം എന്നുള്ളതാണ് സെഷൻ 54 പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. കണ്ടീഷൻ ഇതാണ്: ഇൻകം ഫ്രം സച്ച് ഹൗസ് ഷുഡ് ബി ചാർജ്ഡ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്തതായിരിക്കണം. ഓക്കെ, ലെറ്റ്സ് സീ. ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് വൺ റെസിഡൻഷ്യൽ ഹൗസ് സിറ്റുവേറ്റഡ്. ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത് വൺ റെസിഡൻഷ്യൽ ഹൗസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ദെൻ കണ്ടീഷൻ ഇസ് ദാറ്റ് purchase within 1 year or before 2 years after the date of transfer or construct within 3 years after the date of transfer. Cost of new residential house or capital gain, whichever is lower, is exempt. Okay, let me repeat. ഒന്ന് ബ്രീഫ് ചെയ്യാം എന്താ സംഭവം. നമ്മളുടെ ഒരു ഹൗസ് 25 lakhsന് നമ്മൾ വിൽക്കുന്നു. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് എത്രയാ? ഈ പറയുന്ന 25 lakhs ആണ്. 25 lakhsന് ഈ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ വിറ്റതിന് ശേഷം മറ്റൊരു ഹൗസ് പ്രോപ്പർട്ടി മേടിക്കുന്നു 20 lakhsന്. അവിടെ ഉള്ള കണ്ടീഷൻ ഒരു ഹൗസ് പ്രോപ്പർട്ടി, റൈറ്റ്? നമ്മൾ ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ അതിന് എക്സെംഷൻസ് കിട്ടില്ല. ഓക്കെ, ഒരു ഹൗസ് പ്രോപ്പർട്ടി മാത്രം മേടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയാണ്. നമ്മുടെ റെസിഡൻഷ്യൽ ഹൗസ് വിറ്റതിന് ശേഷം മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് മേടിക്കുന്നു. ദാറ്റ് കേസ് എത്ര രൂപയാണോ സെക്കൻഡ് റെസിഡൻഷ്യൽ ഹൗസിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അത്രയും എമൗണ്ട് നമുക്ക് ആദ്യത്തെ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് കുറയ്ക്കാം. അതായത് ടാക്സബിൾ എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ സെയിൽ വാല്യൂ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 25 lakhs ആണ്. ആ 25 lakhsൽ നിന്നും നമ്മൾ രണ്ടാമത് സ്പെൻഡ് ചെയ്ത 20 lakhs അത് സെഷൻ 54ലെ എക്സെംഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഡെറ്റ് ചെയ്യാം. ബാക്കി വരുന്ന 5 lakhsന് മാത്രം
മാത്രമായിരിക്കും ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ദി ഫസ്റ്റ് സെഷൻ 54. ക്ലിയർ ആണോ? നമ്മളുടെ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ മേടിക്കുന്നു. സെഷൻ 54B ആണെങ്കിൽ നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മളുടെ അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്, ഹൗസ് പ്രോപ്പർട്ടി അല്ല, അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ്. ബിഫോർ ദാറ്റ് ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. റെസിഡൻഷ്യൽ ഹൗസ് നമ്മൾ പറഞ്ഞു, അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ലോങ് ടൈം റെസിഡൻഷ്യൽ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടായിരിക്കണം. അതായത് ഹൗസ് ആയതുകൊണ്ട് ബിൽഡിംഗ് ആണ്, 2 വർഷത്തിൽ കൂടുതൽ കൈവശം വച്ചതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, 2 വർഷത്തിൽ കൂടുതൽ വച്ചതിന് ശേഷം മാത്രം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലാണ് ഈ ഡിഡക്ഷൻ അലോ ചെയ്യുന്നത്. അതർവൈസ് ഈ പറയുന്ന 54 പ്രകാരമുള്ള ഡിഡക്ഷൻ അലോ ചെയ്യില്ല. 54Bയിലേക്ക് പോവാം. 54B എന്ന് പറയുന്നത് എഗെയിൻ ഇൻഡിവിജ്വലിനും HUFനും മാത്രമാണ് ഈ പറയുന്ന പ്രൊവിഷൻ അപ്ലൈ ചെയ്യുന്നത്. അവിടെയുള്ള കണ്ടീഷൻ, അവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്. അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട് പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് നമ്മൾ മേടിക്കുകയാണ്. ഓക്കെ, പഴയ ഒരു അഗ്രികൾച്ചർ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു, പുതിയൊരു അഗ്രികൾച്ചർ ലാൻഡ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അവിടെയും ഈ ഒരു എക്സെംഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുന്നത് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് അല്ല, അർബൻ അഗ്രികൾച്ചർ ലാൻഡ് മേടിച്ചിട്ട് നമ്മൾ പുതിയ അഗ്രികൾച്ചർ ലാൻഡ് മേടിച്ചാൽ മതി. പഴയ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിൽക്കുന്നു, പുതിയ അഗ്രികൾച്ചർ ലാൻഡ് മേടിക്കുന്നു. അവിടെയുള്ള കണ്ടീഷനാണ്, ഇന്നത്തെ കണ്ടീഷനായിട്ട് ലാൻഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് ഓൺലി. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കണം. ഒന്നെങ്കിൽ അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാരന്റ്സ്, അല്ലെങ്കിൽ HUF ഫോർ 2 years ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പുള്ള 2 വർഷങ്ങളെങ്കിലും അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച ലാൻഡ് ആയിരിക്കണം. ആൻഡ് ലാൻഡ് ഈസ് ബീങ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ഓൺലി. വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല, അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിച്ച അസറ്റ് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് വിത്തിൻ 2 years, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ 2 വർഷമായിട്ട് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഇനി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ മറ്റൊരു അഗ്രികൾച്ചറൽ ലാൻഡ് ഇദ്ദേഹം മേടിക്കണം. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ there will be a deduction under section 54B. സോ 54Bയിൽ ഇതേ എക്സാമ്പിൾ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലാൻഡ്, അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 25 lakhs ആണ്. ദെൻ പുതിയ അർബൻ ആകണമെന്നില്ല കേട്ടോ, പുതിയ അഗ്രികൾച്ചർ ലാൻഡ് മേടിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹം സ്പെൻഡ് ചെയ്തത് 20 lakhs ആണ്. ദാറ്റ് മീൻസ് 25 lakhs മൈനസ് 20 lakhs ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ടിന് മാത്രമായിരിക്കും ടാക്സ് ലയബിലിറ്റി ഉണ്ടാവുക. ഇതാണ് 54B. ക്ലിയർ ആണോ? 54 പറഞ്ഞത് റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുന്നു, മറ്റൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മേടിക്കുന്നു. 54B പറയുന്നത് അർബൻ ലാൻഡ് വിൽക്കുന്നു, മറ്റൊരു അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിൽക്കുന്നു, മറ്റൊരു അഗ്രികൾച്ചറൽ ലാൻഡ് മേടിക്കുന്നു. 54D ഏതൊരു അസസിക്കും അലോ ചെയ്യാവുന്നതാണ്, എല്ലാ അസസിക്കും ക്ലെയിം ചെയ്യാവുന്ന ഡിഡക്ഷനാണ്. ഡിഡക്ഷൻ പ്രകാരം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോമിംഗ് പാർട്ട് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിന്റെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിറ്റിട്ട് മറ്റൊരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നു. ഓക്കെ, സോ കണ്ടീഷൻ ഇതാണ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോമിംഗ് പാർട്ട് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. അതിൽ കണ്ടീഷൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ബിസിനസ് അണ്ടർടേക്കിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് 2 വർഷമെങ്കിലും ഈ ബിസിനസ് ഓർ പ്രൊഫഷന്റെ പാർട്ടായിട്ട്, ബിസിനസ് അണ്ടർടേക്കിംഗ് ആയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവണം. രണ്ടാമത്തെ കണ്ടീഷൻ, ദി ട്രാൻസ്ഫർ ഷുഡ് ബി ബൈ ദി വേ ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. അതായത് ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഏറ്റെടുക്കുന്നു, പ്രോപ്പർട്ടി ഏറ്റെടുക്കുന്നു. അതേപോലെ ഒരു പ്രോപ്പർട്ടി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ആ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ പ്രോപ്പർട്ടിക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി മേടിക്കുന്നു. ഓക്കെ, അതിലാണ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 54D വരുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്, ലാൻഡ് ഓർ ബിൽഡിംഗ് ഫോമിംഗ് പാർട്ട് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആണ് ഇവിടെ കൺസിഡറേഷൻ വരുന്നത്. ദി ട്രാൻസ്ഫർ ഷുഡ് ബി ബൈ വേ ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അക്യൂർ ചെയ്യുക ഗവൺമെന്റ് സ്കീം പ്രകാരം ഏറ്റെടുത്തതായിരിക്കണം. ആൻഡ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ റൈറ്റ് ഇൻ ലാൻഡ് ഓഫ് ബിൽഡിംഗ്. സോ ഇവിടെയുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഓർക്കേണ്ടത്.
ഇങ്ങനെ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ purchase or construct within 3 years after the date of transfer, or shifting or re-establishing the existing undertaking, or setting up new industrial undertaking. പുതിയൊരു അണ്ടർടേക്കിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളുടെ അണ്ടർടേക്കിംഗ്, നമ്മളുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിന്റെ ലാൻഡോ പ്രോപ്പർട്ടിയോ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. അത് പ്രകാരം നമുക്കൊരു കോമ്പൻസേഷൻ കിട്ടും. ഈ കോമ്പൻസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു അണ്ടർടേക്കിങ്ങിനുള്ള സ്ഥലം, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിനുള്ള സ്ഥലമോ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നു. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇവിടെയും ഓർക്കേണ്ടത് സെയിം വേയിൽ നമ്മുടെ പഴയ അണ്ടർടേക്കിങ്ങിന് 25 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക. അതിൽ നിന്നും 20 ലക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ അണ്ടർടേക്കിംഗ് മേടിച്ചതെങ്കിൽ 5 lakh മാത്രമായിരിക്കും ടാക്സബിൾ ആയിട്ട് വരുന്നത്. അടുത്തത് 54EC. അടുത്ത സെഷൻ 54EC. ഏത് അസറ്റിനും ക്ലെയിം ചെയ്യാം. ഇവിടെ ഉള്ളത് ഏതെങ്കിലും ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അക്യൂർ ചെയ്യുന്നത് ബോൺസ് ഓഫ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RECL, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നോട്ടിഫൈഡ് ആയിട്ടുള്ള ബോണ്ട്, ഓക്കെ, which are redeemable after 3 years. അങ്ങനെയുള്ള കേസുകളിൽ ഇത്തരത്തിലുള്ള ബോണ്ടുകൾ മേടിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയോ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഈ പറഞ്ഞ 2 ബോർഡിന്റെ ഏതെങ്കിലും ഒരു ബോണ്ടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ, അങ്ങനെ ബോണ്ട് മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിഡക്ഷൻ, ബോണ്ടിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഇവിടെയുള്ള കണ്ടീഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് 6 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ ബോണ്ട് മേടിക്കണം. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിനുശേഷം ബോണ്ട് മേടിക്കുന്നു. ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ സ്പെസിഫൈഡ് ബോണ്ട്സ് വിച്ച് എവർ ഇസ് ലോവർ, മാക്സിമം പെർമിസിബിൾ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ റൈസിംഗ് ഇൻ ഫിനാൻഷ്യൽ ഇയർ ഈസ് 50 lakhs. ഇവിടെ ഒരു സീലിംഗ് ഉണ്ട്. മാക്സിമം ഡിഡക്ഷൻ കിട്ടുന്നത് 50 ലക്ഷം വരെ മാത്രമായിരിക്കും. 50 ലക്ഷത്തിൽ കൂടുതൽ ഡിഡക്ഷൻ അലോ ചെയ്യില്ല. 54EC കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ബോണ്ടുകൾ മേടിക്കുന്നു. ഈ ബോണ്ടുകൾ മേടിക്കുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് 6 മാസത്തിനുള്ളിൽ ബോണ്ട് മേടിക്കണം, എന്നാൽ മാത്രമേ ഡിഡക്ഷൻ അലോ ചെയ്യുള്ളൂ. മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50 lakhs ആണ്. ഓക്കെ, അടുത്തത് 54EE. 54EE എല്ലാ അസറ്റിനും അലോ ചെയ്യും. ഏതെങ്കിലും ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനുശേഷം മേടിക്കുന്നത് യൂണിറ്റ്സ് ഇഷ്യൂഡ് ബിഫോർ 1/4/2019 ഓഫ് സ്പെസിഫൈഡ് ഫണ്ട് ഇഷ്യൂഡ് ബൈ നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, സ്പെസിഫൈഡ് യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ RECL. ഇവിടെ വരുന്നത് വേറെ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈഡ് ആയിട്ടുള്ള ബോണ്ട്സ്. അതിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടീഷൻ സെയിം ആണ്. 6 മാസത്തിനുള്ളിൽ പ്രൊക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ പ്രൊക്യൂർ ചെയ്യണം. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 50 lakhs ആണ്. സെയിം കണ്ടീഷൻസ് 54ECയിലും EEയിലും സെയിം കണ്ടീഷൻസ് ആണ് വരുന്നത്. ലാസ്റ്റ് വൺ 54F. 54F എടുക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലിനും HUFനും മാത്രമേ അലോ ചെയ്യുള്ളൂ. ഇൻഡിവിജ്വലിനും HUFനും മാത്രം കിട്ടുന്നത് 3 എണ്ണമാണ്. അത് 54, 54B ആൻഡ് 54F. ഇവിടെ എനി ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് അതർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ്, റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അസസി ഷുഡ് ഹോൾഡ്, അവിടെയുള്ള കണ്ടീഷൻ ഇതാണ്. അസസി ഷുഡ് നോട്ട് ഓൺ മോർ ദാൻ 1 റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഹി ഷുഡ് നോട്ട് പർച്ചേസ് വിത്തിൻ 2 years or construct within 3 years on or after the date of transfer another residential house. ഏതെങ്കിലും ഒരു ലോങ് ടൈം അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് മേടിക്കുകയാണ്. ലോങ് ടൈം അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്തിട്ടല്ല, റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് റെസിഡൻഷ്യൽ ഹൗസ് മേടിക്കുകയാണെങ്കിൽ അത് 54 ആണ്. ഇവിടെ റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ റെസിഡൻഷ്യൽ ഹൗസ് മേടിക്കുകയാണെങ്കിൽ അതിനെയാണ് 54Fൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെയുള്ള കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് ഈ ട്രാൻസ്ഫറിന്റെ ടൈമിൽ അസസിയുടെ പേരിൽ ഒന്നിൽ കൂടുതൽ ഹൗസ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ദെൻ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടത്തി 2 വർഷത്തിനുള്ളിൽ ഒരു പുതിയ ഹൗസ് അദ്ദേഹം മേടിക്കാൻ പാടില്ല.
അതോടൊപ്പം തന്നെ മറ്റൊരു ഹൗസ് അദ്ദേഹം മേടിക്കാൻ പാടില്ല. അതേപോലെ 3 വർഷത്തിനുള്ളിൽ പുതിയൊരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാനും പാടില്ല. ഈ കണ്ടീഷൻസ് എല്ലാം അലോ ചെയ്യുവാണ്. ഈ കണ്ടീഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പുതിയ ഹൗസ് മേടിച്ചതിന്റെ കോസ്റ്റ് എത്രയാണോ അദ്ദേഹത്തിന് ഡിഡക്റ്റ് ചെയ്യാം. ഇതാണ് 54F പറയുന്നത്. ഓക്കെ, ഈ ടേബിൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയേക്കുക. 54 വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. നമ്മളോട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ക്യാപിറ്റൽ ഗെയിനിലെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? 54, 54B, 54D, 54EC, EE ആൻഡ് F ഈ പറയുന്ന എല്ലാ സെഷൻസും ക്ലിയർ ആയിട്ട് പഠിക്കുക നെക്സ്റ്റ് ഡേക്ക്. ഓക്കെ, ആൻഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു അഡീഷണൽ സെഷൻസ് വീക്കിലി ഇനി അങ്ങോട്ടേക്ക് ഒരു അഡീഷണൽ സെഷൻ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മളുടെ 3 സബ്ജക്റ്റിന്റെ കുറച്ച് ടോപ്പിക്സ് പെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇൻകം ടാക്സിന്റെയും പെൻഡിങ് ആണ്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് നമ്മുടെ അഡീഷണൽ സെഷൻ സാറ്റർഡേയിൽ വയ്ക്കാം. എനി ഇഷ്യൂ? ലൈവ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് സെഷൻസ് ഞാൻ തന്നോളാം. ഞാൻ ഉദ്ദേശിക്കുന്നത് സാറ്റർഡേ ഈവനിങ് ഒരു 4 to 5 അല്ലെങ്കിൽ 4 to 5:30 എന്നുള്ള രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് അതിനുശേഷം മറ്റേ നോർമൽ സെഷൻസ് ഉണ്ടാവും. ആ രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം റെക്കോർഡ് സെഷൻസ് ആയിട്ട് ഞാനത് നിങ്ങൾക്ക് തന്നേക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.